بسم الله الرحمن الرحيم إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. ഇസ്ലാമിക പ്രബോധനം ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ഈ ബാധ്യത നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കൂട്ടായ്മയാണ് നിച്ച് ഓഫ് ട്രൂത്ത്. നിച്ച് ഓഫ് ട്രൂത്ത് പ്രവർത്തനങ്ങൾ ചോദ്യോത്തരത്തോടുകൂടിയ പൊതുപ്രഭാഷണങ്ങൾ, മതനേതാക്കളുമായി സ്നേഹസംവാദങ്ങൾ, സൗജന്യ ഇസ്ലാം കറസ്പോണ്ടൻസ് കോഴ്സ്, ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന ലഘുലേഖകളും പുസ്തകങ്ങളും, ഇസ്ലാം വിമർശനങ്ങൾക്ക് മറുപടി പറയുന്ന ഗ്രന്ഥങ്ങളും കാസറ്റുകളും, പ്രബോധനത്തിനു വേണ്ടി മാത്രമായി ഒരു ദൃശ്യ ശ്രാവ്യ മാധ്യമം ക്രിയേറ്റീവ് മീഡിയ. ഇസ്ലാമിക പ്രബോധനത്തിന് മാത്രമായി ഒരു ആനുകാലിക സ്നേഹസംവാദം മാസിക. ഇസ്ലാമിനെ കുറിച്ച് സത്യസന്ധവും ശാസ്ത്രീയവുമായ അറിവ് നൽകുന്ന ഇന്റർനെറ്റ് സൈറ്റ്. ലോക പ്രശസ്ത ഇസ്ലാമിക പ്രബോധകരുടെ കേസറ്റുകൾക്കുള്ള ലൈബ്രറി. പ്രബോധകർക്കായുള്ള റഫറൻസ് ലൈബ്രറി. പ്രബോധന പരിശീലന ക്യാമ്പുകൾ, ദഅവ വർക്ക്ഷോപ്പുകൾ, ഖുർആൻ പരിഭാഷാ വിതരണം, ഗ്രാമാന്തരങ്ങളിൽ ഇസ്ലാമിന്റെ സന്ദേശം എത്തിക്കാൻ മൊബൈൽ ദഅവ യൂണിറ്റ്, നേരിട്ട് ഇസ്ലാമിനെ മനസ്സിലാക്കാൻ നിച്ച് ഓഫ് ട്രൂത്ത് സെന്ററുകൾ. നാഥ, സത്യമത സന്ദേശ പ്രചരണത്തിനു വേണ്ടിയുള്ള വിനീതമായൊരു സംരംഭമാണിത്. നീ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിന്റെ നിർവഹണത്തിനു വേണ്ടിയുള്ള എളിയ ശ്രമം ഇതൊരു പ്രതിഫലാർഹമായ പ്രവർത്തനമായി സ്വീകരിക്കണമെന്ന്. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള വിശിഷ്ടാദികളെ, സുഹൃത്തുക്കളെ, നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ നിങ്ങളെ ഉണർത്തേണ്ടതുണ്ട്. നേരിട്ട് ഞാൻ ആ വിഷയങ്ങളിലേക്ക് കടക്കുകയാണ്. 4 സെഷനുകളായിട്ടാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത്. ഒന്നാമത്തെ സെഷനിൽ 2 പ്രാസംഗികരും വിഷയം അവതരിപ്പിച്ച് 40 മിനിറ്റ് വീതം സംസാരിക്കും. ആദ്യമായി വിഷയാവതരണം നടത്തുന്നത് കലാനാഥൻ മാസ്റ്ററാണ്. രണ്ടാമത് MM അക്ബറും. ഇതിനുശേഷം 20 മിനിറ്റ് വീതം വരുന്ന
ഖണ്ഡന പ്രസംഗങ്ങളാണ്. അത് ഇതേ ക്രമത്തിൽ ആദ്യം കലാനാഥൻ മാസ്റ്ററും പിന്നെ MM അക്ബറും ഖണ്ഡന പ്രസംഗം നടത്തും, 20 മിനിറ്റ് വീതം. ഇതിന് ശേഷം ഒരു വിശദീകരണത്തിന് ശേഷം മൂന്നാമത്തെ സെഷനിലേക്ക് കയറുകയായി. അതാണ് ചോദ്യോത്തരവേള. അത് ഏകദേശം നമുക്ക് 1 മണിക്കൂറോളം അതിന് സമയമുണ്ട്. അതിൻ്റെ വിശദീകരണം പിന്നെ നൽകുന്നതാണ്. അതിനുശേഷം 4ാമത്തെ സെഷനിൽ ഉപസംഹാരത്തിനായി വീണ്ടും 2 പേർക്കും അവസരം നൽകുന്നതാണ്. ഇങ്ങനെ 4 സെഷനുകളിലായിട്ടാണ് ഈ പരിപാടി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ദൈവം സത്യമോ മിഥ്യയോ എന്ന ഈ വിഷയത്തെ ആസ്പദമാക്കി ഇവിടെ നടക്കുന്ന ഈ സംവാദം എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുകയും അതിനുശേഷമുള്ള ചോദ്യോത്തര പക്തിയിൽ ആത്മാർത്ഥതയോടുകൂടി പങ്കുകൊള്ളുകയും എല്ലാവരും സഹകരിക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. കലാനാഥൻ മാസ്റ്ററെ വിഷയാവതരണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. ബഹുമാനപ്പെട്ട ശ്രീ ഡോക്ടർ ഹൈദരലി, ബഹുമാനപ്പെട്ട ശ്രീമാൻ MM അക്ബർ, സ്വാഗത പ്രസംഗകൻ ശ്രീമാൻ മുഹമ്മദ് മദനി, ഇവിടെ പങ്കെടുത്ത ബഹുജനങ്ങളെ, നാട്ടുകാരെ, വിഷയം ദൈവം സത്യമോ മിഥ്യയോ എന്നതാണ്. ഈ വിഷയം സാധാരണ നിലയിൽ പൊതുയോഗങ്ങളിൽ ചർച്ച ചെയ്യപ്പെടാറുള്ള ഒരു വിഷയമല്ല. ആ അർത്ഥത്തിൽ ഇതൊരു പുതിയ പ്രവർത്തന പരിപാടിയാണ്. എൻ്റെ മുന്നിലിരിക്കുന്ന ഭൂരിപക്ഷം മതവിശ്വാസികളും, ഒരുപക്ഷെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യമായ ധാരണ എനിക്കില്ല, എങ്കിലും എൻ്റെ ധാരണ ഭൂരിപക്ഷമാണെന്ന് തന്നെയാണ്. ഈശ്വരനിൽ വിശ്വസിക്കുകയും ദൈവം ഒരു സത്യമാണെന്ന് ഇന്നലെ വരെ കരുതിപ്പോരുകയും ചെയ്യുന്ന ഒരു വലിയ വിഭാഗം ആളുകൾ എൻ്റെ മുന്നിലുണ്ട് എന്ന യാഥാർത്ഥ്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഒരു വിഷമം എനിക്കുണ്ട്. ഈ അവനവൻ്റെ ആത്മാർത്ഥമായ വിശ്വാസങ്ങളെ എന്ത് കാരണം കൊണ്ടായാലും ചോദ്യം ചെയ്യുമ്പോൾ ആളുകൾക്ക് ചില അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെടും. പക്ഷെ പ്രത്യേകിച്ചും വൈകാരികമായ മത പ്രശ്നങ്ങളാകുമ്പോൾ ഈ ചോദ്യം ചെയ്യുന്നതിന് കാരണം ഞാൻ മാത്രമല്ല, ഈ പരിപാടിയുടെ സംഘാടന തത്വങ്ങളും കൂടിയാണ്. ഇത്തരമൊരു വിഷയം തിരഞ്ഞെടുക്കുകയും അനുകൂലവും പ്രതികൂലവുമായ അഭിപ്രായങ്ങൾ പറയാൻ നിർദ്ദേശിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ നിലപാട് ദൈവനിഷേധപരമായ നിലപാടായതുകൊണ്ട് സ്വാഭാവികമായും എതിരഭിപ്രായമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് എനിക്ക് വിശ്വാസികളായ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളുടെ വികാരങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. പക്ഷേ ഇതുപോലൊരു വേദിയിൽ പങ്കെടുക്കാനുള്ള ഒരു സന്ദർഭം തന്നപ്പോൾ അത് ഉപയോഗിക്കണമെന്ന താല്പര്യം കൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എന്തായാലും ഇതുപോലൊരു വേദി ഒരുക്കി തന്ന, ഈ വേദിയിൽ ഈ വിഷയം അവതരിപ്പിക്കുവാൻ എന്നെ ക്ഷണിച്ച ഈ സ്നേഹസംവാദത്തിൻ്റെ സംഘാടകരായ പ്രവർത്തകരോട്, പ്രത്യേകിച്ചും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സംഘാടകരോട് ഞാൻ എന്തായാലും നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ദൈവം സത്യമോ മിഥ്യയോ എന്നതാണ് വിഷയം. സ്വാഭാവികമായും ദൈവം എന്താണ് എന്നത് ഒരു ചോദ്യമായി നമ്മുടെ മുന്നിൽ കടന്നു വരും. ദൈവത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുന്നൊരു വിഷയമായതുകൊണ്ട് ഒരു വലിയ നിർവചനമൊന്നും അതിനാവശ്യമില്ല. എങ്കിലും വളരെ പരിമിതമായി എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന വിശ്വാസികൾക്കും പൊതുവായി സ്വീകരിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ഒരു കൺസെപ്റ്റ് തുടങ്ങിയിട്ട് വേണം, ഒരു തത്വം അവതരിപ്പിച്ചിട്ട് വേണം ആ ദൈവത്തെ അപഗ്രഥിക്കുവാൻ. അതിലൊന്ന്, ദൈവത്തെക്കുറിച്ച് പറയുന്ന അതിപ്രധാനങ്ങളായ 3-4 ഗുണവിശേഷങ്ങളുണ്ട്.
ഒന്ന്, ദൈവം സർവജ്ഞാനിയാണ്. 2, സർവശക്തനാണ്. 3, സർവവ്യാപിയാണ്. സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവവ്യാപിയാണ്. അവസാനം അനന്തനാണ്, അതിർത്തിയില്ലാത്തവനാണ്. സർവവ്യാപി എന്ന് പറയുമ്പോൾ അർത്ഥം അതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള ചില പൊതു നിർവചനങ്ങളാണ് പൊതുവായി ദൈവത്തിൻ്റെ നിർവചനത്തിന് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഈ നിർവചനത്തിൻ്റെ വിധേയമായി പ്രപഞ്ചകാര്യങ്ങളിൽ ഇടപെടുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം വസ്തുനിഷ്ഠമായി അന്വേഷിച്ച് കണ്ടെത്താൻ കഴിയുമോ എന്ന രീതിയിലാണ് ഞാൻ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. അതിനൊരു പ്രധാന കാരണമുണ്ട്. അറിവ്, ശരിയും തെറ്റുമായ അറിവ് നമ്മുടെ മുന്നിലുണ്ട്. ഭൂരിപക്ഷം ജനങ്ങളിലും പലപ്പോഴും തെറ്റായ അറിവ് വ്യാപിച്ചു കിടക്കും. അപൂർവം കുറച്ചോ ശരിയായ അറിവുണ്ടാവും. അതെല്ലാ തലമുറയിലെയും എല്ലാ കാലഘട്ടത്തിലെയും ജനങ്ങളുടെ സ്വഭാവം അതാണ്. ഒരു 16-ാം നൂറ്റാണ്ടിന് മുമ്പ് ലോക ജനത മുഴുവൻ വിശ്വസിച്ചത് ഭൂമി പരന്നതാണെന്നാണ്. അത് തെറ്റാണെങ്കിലും അന്നത്തെ ഭൂരിപക്ഷ ജനതയുടെ ഭൂരിപക്ഷ വിശ്വാസമായിരുന്നു. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്നതിന് വേണ്ടി പിൽക്കാലത്ത് ഒരുപാട് ശാസ്ത്ര ഗവേഷണങ്ങൾ വന്നുവെന്ന് മാത്രമല്ല, ആ ഗവേഷണങ്ങളുടെ യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞപ്പോൾ അത് അംഗീകരിക്കുവാൻ ഭൂരിപക്ഷം ആളുകളും അന്ന് തയ്യാറായില്ല. ന്യൂനപക്ഷമാണ് അത് പറഞ്ഞതെങ്കിലും അവരെ എതിർക്കാനും ചെറുക്കാനുമാണ് ആ തലമുറയിലെ ആളുകൾ തയ്യാറായിട്ടുള്ളത്. ഇത് കാണിക്കുന്നത് ഭൂരിപക്ഷം ഈ ന്യായാന്യായമോ ശരിയോ തെറ്റോ പരിശോധിച്ചിട്ടല്ല അവരുടെ വിശ്വാസ പ്രമാണങ്ങളെ സ്വീകരിക്കുന്നത്. അതിപ്രധാനമായ അവരുടെ നിലപാടുകൾ മുഴുവൻ കേന്ദ്രീകരിക്കുന്നത് കുട്ടിക്കാലം മുതൽക്ക് നമ്മെ പരിശീലിപ്പിക്കുന്ന കുടുംബങ്ങളിൽ നിന്നും നമ്മുടെ പാഠശാലകളിൽ നിന്നും മദ്രസകളിൽ നിന്നുമൊക്കെ ലഭിക്കുന്ന അറിവിനെ അവലംബമാക്കിയിട്ടുള്ള ശൈശവ ചിന്ത മണ്ഡലത്തിൽ രൂപപ്പെട്ടു വരുന്ന ധാരണകളാണ് ഈ തരം കാര്യങ്ങളിൽ നമ്മെ ഗൗരവമായി സ്വാധീനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വളരെ ശാസ്ത്രം വളരെ വളർന്ന ഒരു കാലഘട്ടത്തിലും അശാസ്ത്രീയമായ ധാരണകൾ നമ്മുടെ സമൂഹത്തിൽ ഇഷ്ടം പോലെ വളർന്ന് പന്തലിച്ചു നിൽക്കുന്നു. അശാസ്ത്രീയമായ ഇത്തരം അന്ധവിശ്വാസങ്ങളിലാണ് ആൾദൈവങ്ങൾ അവരുടെ കൂടാരങ്ങൾ മുഴുവൻ കെട്ടിപ്പടുത്തിട്ടുള്ളത്. നമുക്കറിയാം, സായിബാബ, മാതാ അമൃതാനന്ദമയി തുടങ്ങിയിട്ടുള്ള ആൾദൈവങ്ങൾ മുഴുവൻ ദൈവവിശ്വാസത്തെ അവലംബമാക്കിയിട്ട് തന്നെയാണ് അവരുടെ ദൈവ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദൈവം ആൾരൂപത്തിൽ പ്രത്യക്ഷപ്പെടുക, എന്നിട്ട് ജനങ്ങളുടെ അടുത്തേക്ക് ചെല്ലുക, ദൈവികമായ ഗുണവിശേഷങ്ങളുള്ള ആളുകളെന്ന നിലയ്ക്ക് അഭിനയിക്കുക. ഒരു വലിയ ശതമാനം ആളുകൾ ഈ ആൾദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല. വിശ്വാസികളായ ആളുകൾ പോലും ഈ ആൾദൈവങ്ങളെ അംഗീകരിക്കുന്നില്ല. അത് ചില കപടരൂപങ്ങളാണെന്ന് ഭൂരിപക്ഷം മതവിശ്വാസികളും തന്നെ അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷേ എങ്കിലും മാതാ അമൃതാനന്ദമയൊക്കെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന സ്വാധീനം നോക്കുമ്പോൾ എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ആൾദൈവങ്ങൾക്കും വലിയ അംഗീകാരമുണ്ട്. ശരിയും തെറ്റും നോക്കിയിട്ടൊന്നുമല്ല ആളുകൾ കാര്യം തീരുമാനിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ഒരു കാര്യത്തെക്കുറിച്ചുള്ള അറിവ് ശരിയും തെറ്റുമാണെങ്കിൽ അതിലെ തെറ്റിനെ ശരിയിൽ നിന്നെങ്ങനെ വേർതിരിച്ചറിയും എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അവിടെയാണ് അറിവ് എന്താണെന്ന് തിരിച്ചറിയുക എന്ന ഒരു നിലപാട് ആദ്യമായി വിഷയത്തോട് സമീപിക്കുമ്പോൾ എനിക്ക് സ്വീകരിക്കേണ്ടതുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ അറിവ് ഭൗതികവാദപരമായ ഒരു പ്രതിഭാസമാണ്. അറിവ് ഒരു ഭൗതിക പ്രതിഭാസമാണ്, ഒരാത്മീയ പ്രതിഭാസമല്ല. ഇതെൻ്റെ അഭിപ്രായം മാത്രമല്ല, തെളിയിക്കപ്പെട്ട ശാസ്ത്ര വസ്തുതകൾ അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് ലഭിച്ച അറിവ് അങ്ങനെയാണ്. എങ്ങനെയാണ് അറിവ് ഭൗതികമായി മാറുന്നത്? ഭൗതിക വസ്തുക്കളുടെ സഹായമില്ലാതെ വളരെ വിശേഷമായ അറിവുള്ള മനുഷ്യർക്ക് അവരുടെ അറിവിനെ സംഭരിക്കാനും നിലനിർത്താനും വികസിപ്പിക്കുവാനും സാധിക്കുന്നില്ല. നമ്മുടെ മനുഷ്യരാണ് അറിവിൻ്റെ കാര്യത്തിൽ ഇത്തിരി മെച്ചമുള്ളവർ. വിശേഷ ബുദ്ധിയുള്ളവർ മനുഷ്യർ മാത്രമാണെന്നാണ് മനുഷ്യർ സ്വയം അവകാശപ്പെടുന്നത്. ആ വിശേഷ ബുദ്ധിക്ക് ആധാരം എന്താണ് എന്നത് വളരെ പ്രധാനമായ കാര്യമാണ്. വിശേഷ ബുദ്ധിക്ക് ആധാരം അവൻ്റെ ശരീരഘടനയാണ്. ചരിത്രാതീത കാലം മുതൽക്ക് തുടങ്ങിയിട്ടുള്ള ജൈവ പരിണാമത്തിൻ്റെ ഫലമായി ഉന്നത പരിണാമ ശ്രേണിയിൽ നിൽക്കുന്ന മനുഷ്യ ശരീരത്തിൽ വന്ന പരിവർത്തനത്തിൻ്റെ ഭാഗമായി വളരെ ഉയർന്ന തലച്ചോറ്, ഘടനാപരമായി സവിശേഷമായ തലച്ചോറ്, ഘടനാപരമായി മെച്ചപ്പെട്ട അവൻ്റെ ഞരമ്പ് സമ്പ്രദായങ്ങൾ, ഘടനാപരമായി മെച്ചപ്പെട്ട അവൻ്റെ സെൻസറി റിസപ്റ്റേഴ്സ്, ചോദനകളെ സ്വീകരിക്കുവാനുള്ള ഒരു ഉപകരണങ്ങൾ, ഇതെല്ലാം വളരെ മെച്ചപ്പെട്ട ശരീരഘടനയിൽ തന്നെ ഉള്ളത് മനുഷ്യർക്കാണ്. ഈ ശരീരഘടനാ പ്രത്യേകത കൊണ്ട് മനുഷ്യർക്ക് വിശേഷ ബുദ്ധി വികസിപ്പിച്ചു എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വളർന്ന ശാരീരിക ഘടന താണ ജീവജാലങ്ങളിൽ വളരെ കുറവാണ്. താഴുംതോറും ജീവജാലങ്ങളുടെ താഴോട്ട് ഇറങ്ങി ചെല്ലുന്തോറും ഈ ശരീരഘടനാ വിഭാഗം വളരെ ലളിതമായി തീരുകയാണ്. സങ്കീർണത പ്രാപിക്കുന്ന അവസ്ഥയിലാണ് മനുഷ്യന് വിശേഷ ബുദ്ധി വികസിച്ചു വരുന്നത്. മനുഷ്യന്റെ വിശേഷ ബുദ്ധി ദൈവികമായ ഒരു അനുഗ്രഹമാണെന്ന് മതവിശ്വാസികൾ പൊതുവെ അവകാശപ്പെടുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നില്ല.
അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ഭാഗത്ത് ഒരു കുറ്റമുണ്ട്. മനുഷ്യർക്ക് മാത്രം വിശേഷ ബുദ്ധി കൊടുക്കുകയും മറ്റ് കോടാനക്കോടി ജീവജാലങ്ങൾക്ക് വിശേഷ ബുദ്ധി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരു വിവേചനപരമായ നിലപാടാണ്. സ്വന്തം മക്കളോട് സൃഷ്ടികർത്താവായ ദൈവം വിവേചനം കാണിക്കുന്നത് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിഗ്രഡേഷനാണ്, ഒരു താണപണിയാണ്. അങ്ങനെ ദൈവം ചെയ്യാൻ ഇടയില്ല എന്നാണ് ദൈവത്തെക്കുറിച്ച് വിശ്വാസികൾ പറയുന്ന മാനദണ്ഡങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്. ദൈവം ഇല്ലെങ്കിലും ഇല്ല എന്നാണ് വിശ്വാസമെങ്കിലും ദൈവത്തെക്കുറിച്ച് വിശ്വാസികൾ പറയുന്ന അടിസ്ഥാനം വെച്ച് നോക്കുമ്പോൾ ദൈവം അനീതിമാനല്ല, നീതിമാനാണെന്നാണ് പറയുന്നത്. അപ്പോൾ ജന്തുക്കളോട് വിവേചനം കാണിക്കാനിടയില്ല. അപ്പോൾ പിന്നെ ദൈവത്തെ ഈ കുറ്റത്തിൽ നിന്ന് മോചനപ്പെടുത്താനുള്ള മാർഗം അതിൻ്റെ വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ കാരണങ്ങൾ കണ്ടെത്തലാണ്. ആ കാരണം മനുഷ്യന്റെ ശരീരഘടനാപരമായ മെച്ചം കൊണ്ടാണ് അവന്റെ വിശേഷ ബുദ്ധി വളർന്നതെന്നാണ്. ഞാൻ അതിൻ്റെ വിശദാംശത്തിലേക്ക് പോയാൽ എൻ്റെ വിഷയം പരിമിതപ്പെടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തെളിവുകളിലേക്ക്, ശാസ്ത്രീയമായ തെളിവുകളിലേക്ക് കടക്കുന്നില്ല. ഇത് പറഞ്ഞതിൻ്റെ അർത്ഥം ഇതാണ്: മനുഷ്യന്റെ ശാരീരഘടനയിൽ നിന്നാണ് അവൻ്റെ അറിവ് വികസിക്കുന്നത്. അവന്റെ ബുദ്ധി വികസിക്കുന്നത് അവന്റെ ഇന്ദ്രിയപരമായ ഗുണവിശേഷം കൊണ്ടാണ്. തലച്ചോറ്, ഞരമ്പുകൾ, സുഷുമ്നാകാണ്ഡമടക്കമുള്ള ഞരമ്പുകൾ, പിന്നെ കൈവിരലുകൾ പോലെയുള്ള ചോദനേന്ദ്രിയങ്ങൾ. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ കണ്ണ്, മൂക്ക്, കൈവിരലുകൾ തുടങ്ങിയിട്ടുള്ള അവയവങ്ങൾ. ഞാൻ നിങ്ങളെ കാണുന്നു. എന്താ കാണാൻ കാരണം? നിങ്ങളിൽ വരുന്ന പ്രകാശരശ്മികൾ എൻ്റെ കണ്ണിൻ്റെ റെറ്റിനായിൽ നിങ്ങളുടെ തലകീഴായ ഒരു പ്രതിബിംബം റെറ്റിനായിൽ ഉണ്ടാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. ഞാൻ കണ്ണടച്ചാലോ നിങ്ങളെ കാണുകയില്ല. അപ്പൊ കാണുക എന്ന അറിവ് എനിക്ക് ലഭിക്കാതാകുന്നു. കണ്ണിന്റെ പോള ആ കാഴ്ചയെ നിയന്ത്രിക്കുന്ന ഒരു ഘടകമാണ്. അതൊരു ഭൗതിക വസ്തുവാണ്. റെറ്റിനയ്ക്ക് വല്ല തകരാറും പറ്റിയാൽ പ്രതിബിംബം വീണാലും കാണുകയില്ല. റെറ്റിന ഒരു ഭൗതിക വസ്തുവാണ്. അതിന് ഡിഫക്റ്റ് പറ്റിയാൽ പിന്നെ കാഴ്ചയില്ല. കണ്ണിലേക്ക് കടന്നു ചെല്ലുന്ന പ്രകാശരശ്മികൾ കണ്ണിലെ ലെൻസിലൂടെയാണ് കടന്നു പോകുന്നത്. ലെൻസിന് തകരാറുണ്ടായാൽ നമ്മുടെ പ്രതിബിംബം യഥാർത്ഥ സ്ഥാനത്ത് രൂപീകരിക്കപ്പെടുകയില്ല. അത് കാഴ്ചയുടെ വൈകല്യങ്ങൾ സൃഷ്ടിക്കുന്നു. അപ്പോൾ ഭൗതികമായ ഒരു ലെൻസിന്റെ ഭൗതികവും ശാസ്ത്രീയവുമായ ശരിയായ സംവിധാനത്തിലാണ് അറിവ്, കണ്ണിന്റെ കാഴ്ച എന്ന് പറയുന്ന വസ്തുനിഷ്ഠ സത്യം നമ്മുടെ മുന്നിൽ കടന്നു വരുന്നത്. അപ്പൊ കാഴ്ച കണ്ണെന്ന ഇന്ദ്രിയത്തിന്റെ ശരിയായ പ്രവർത്തനം മൂലമുള്ള ഒരു പ്രക്രിയയുടെ ഫലമാണ്. അതിനാൽ കാഴ്ച ഭൗതികമായ ഒരറിവാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാഴ്ചയുടെ ഇന്ദ്രിയമില്ലെങ്കിൽ, പ്രകാശരേണുക്കളില്ലെങ്കിൽ കാഴ്ചയില്ല. കണ്ണെല്ലാം ആരോഗ്യപരം തന്നെ, നിങ്ങൾ നോക്കുന്നുമുണ്ട്. അതുകൊണ്ട് മാത്രം നിങ്ങൾ കണ്ടുകൊള്ളുന്നില്ല. ഇപ്പോൾ രാത്രി 12 മണി, പെട്ടെന്ന് ലൈറ്റ് പോകുന്നു, അന്യോന്യം നാം കണ്ടുകൊണ്ടിരിക്കുന്നു. ലൈറ്റ് പോയാൽ കണ്ണ് തുറന്ന് നോക്കിയാലും ആരെയും കാണുന്നില്ല. കാഴ്ചയ്ക്ക് പ്രകാശം എന്ന് പറയുന്ന തരംഗം അല്ലെങ്കിൽ അതിൻ്റെ കണസ്വഭാവങ്ങൾ അനിവാര്യമാണ്. പ്രകാശ തരംഗമില്ലെങ്കിൽ കാഴ്ചയില്ല. കണ്ണ് ആരോഗ്യകരമായ കണ്ണില്ലെങ്കിൽ കാഴ്ചയില്ല. കാഴ്ച അറിവിന്റെ ഒരു രൂപം മാത്രമാണ്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും ഈ പ്രശ്നം ബാധകമാണ്. മനുഷ്യ സമൂഹത്തിൽ സവിശേഷ ബുദ്ധി ലഭിച്ച മനുഷ്യർക്ക് ഇതുപോലുള്ള കണ്ണുകളുടെ ഫലമായി, ചെവിടുകളുടെ ഫലമായി, മൂക്കിന്റെ ഫലമായി, അതുപോലെ നാവിന്റെ ഫലമായി, സ്പർശനത്തിന്റെ ഫലമായി, പഞ്ചേന്ദ്രിയങ്ങളുടെ ഫലമായി പഞ്ചതരത്തിലുള്ള അറിവുകൾ സംഭരിക്കാൻ കഴിയുന്നു. 5 ഇന്ദ്രിയങ്ങളും ആരോഗ്യപരമായി പ്രവർത്തിക്കണം. ഈ 5 ഇന്ദ്രിയങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നവർക്കാണ് പഞ്ചേന്ദ്രിയങ്ങൾ വഴിക്കുള്ള വിവിധ രൂപത്തിലുള്ള അറിവുകൾ ഒരുമിച്ച് ലഭിക്കുന്നത്. ഈ അറിവുകൾ ലഭിച്ചു കഴിഞ്ഞാൽ അവയെ യുക്തിപരമായി ന്യായാന്യായങ്ങൾ നോക്കി ക്രമീകരിക്കാനും തള്ളേണ്ടത് തള്ളാനും സ്വീകരിക്കേണ്ടത് സ്വീകരിക്കാനുമുള്ള ബുദ്ധിവിശേഷങ്ങൾ തലച്ചോറിൽ ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് തലച്ചോറിന്റെ ഘടനാപരമായ ഗുണവിശേഷം കൊണ്ടാണ്. അപൂർവ ജീവികൾക്ക് മാത്രമേ ആ രംഗത്തും വളർച്ചയുള്ളൂ. എല്ലാ ജീവികൾക്കും ആധുനിക മനുഷ്യന്റെ ആധുനിക തലച്ചോറിന്റെ വിശേഷ ബുദ്ധിയില്ല. ഇത് കാണിക്കുന്നത് വിശേഷ ബുദ്ധി അല്ലെങ്കിൽ വിശേഷമായ അറിവെന്ന് പറയുന്നത് മനുഷ്യന്റെ, അതും വളർന്ന മനുഷ്യന്റെ ഒരു സവിശേഷ സ്വഭാവമാണ്. അതിന് ഘടനാപരമായ കാരണം കൊണ്ട്. അതുകൊണ്ട് അറിവ്, എല്ലാ തരത്തിലുള്ള അറിവും ഇന്ദ്രിയപരമാണ്. അതുകൊണ്ട് അറിവ് ഭൗതികമാണ്. ഈ അറിവ് ഭൗതികമാണെന്ന് മാത്രമല്ല, അത് സാമൂഹികവുമാണ്. എൻ്റെ ചുറ്റുപാടിൽ നിലനിൽക്കുന്ന ആളുകളുമായിട്ട് ഇടപഴകുമ്പോഴാണ് എനിക്ക് ഈ അറിവ് വളരെ മെച്ചപ്പെടുത്താൻ സാധിക്കുന്നത്. ഒരു സമൂഹത്തിന്റെ അറിവ്, ഒരു മനുഷ്യന്റെ അറിവ് അവൻ ജീവിക്കുന്ന ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന അറിവിന്റെ ഒരു സമാഹാരമാണ്. കയ്യും കാലും കണ്ണും മൂക്കും ഒക്കെ ഉണ്ടെന്നുള്ളതുകൊണ്ട് മാത്രം ഒരാൾ അറിവുള്ളവനാകുന്നില്ല. ഏകാന്ത ധ്യാനത്തിന് പോകുന്ന ഒരാൾക്ക് ആദ്യം തന്നെ നേരിട്ട് ജനിച്ച ഉടനെ തന്നെ അല്ലെങ്കിൽ പ്രായമായ ഉടനെ തന്നെ ഏകാന്ത ധ്യാനത്തിന് പോകുന്ന ഒരാൾക്ക് സാമൂഹ്യ ലോകത്തെക്കുറിച്ചുള്ള അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. സാമൂഹികമായി മനുഷ്യന് മാനുഷികമായ അറിവുണ്ടാകണമെങ്കിൽ അവൻ മനുഷ്യരുടെ ഇടയിൽ ജീവിക്കണം. അവിടെയാണ് മാനുഷികമായ അറിവ് നമുക്ക് രൂപാന്തരപ്പെടുന്നത്. നിങ്ങളുടെ അറിവ് മാനുഷികമാണ്. കാരണം നിങ്ങളൊക്കെ മനുഷ്യരാണ്. നിങ്ങൾ മനുഷ്യരുടെ ഇടയിൽ പരസ്പരം കൊണ്ടും കൊടുത്തും അറിഞ്ഞും സ്പർശിച്ചും തൊട്ടുനോക്കിയും കണ്ടും കേട്ടുമാണ് അറിവ് സമ്പാദിക്കുന്നത്. അപ്പോൾ അറിവ് സാമൂഹികവും കൂടിയാണ്. മാത്രമല്ല അറിവ് ചരിത്രപരമായ ഒരു പ്രതിഭാസവുമാണ്. കാരണം ഇന്നലത്തെ അറിവല്ല ഇന്നത്തെ അറിവ്.
ഇന്നലത്തെ താണ അറിവുകളെ ചരിത്രത്തിന്റെ വളർച്ചയുടെ ഫലമായി ഇന്നത്തെ പുതിയ അറിവുകളാക്കി മാറ്റുന്നു. അറിവുകൾ മാറിക്കൊണ്ടിരിക്കുന്നു. കാരണം എന്താ? സമൂഹം മാറിക്കൊണ്ടിരിക്കുന്നു. സമൂഹം നിശ്ചലമല്ല, ഈ പ്രകൃതി നിശ്ചലമല്ല, ഈ പ്രപഞ്ചം നിശ്ചലമല്ല. ഇവിടെ ചലിക്കാത്തതായി യാതൊന്നുമില്ല, എല്ലാം ചലിക്കുന്നതാണ്. ചലനത്തിന് വിധേയമാകാത്തൊരു ഘടകവും ഈ പ്രകൃതിയിലില്ല. അതുകൊണ്ട് തന്നെ സമൂഹവും മാറുന്നതാണ്. മാറുന്ന സമൂഹത്തിന്റെ ബോധമണ്ഡലം മാറിക്കൊണ്ടിരിക്കും, മാറുകയും വേണം. അതനുസരിച്ച് സാമൂഹികമായ ബോധം ഈ സമൂഹത്തിന്റെ സവിശേഷങ്ങൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അറിവ് ഭൗതികമാണ്, അറിവ് സാമൂഹികമാണ്, അറിവ് ചരിത്രപരമാണ്. ഇങ്ങനെയുള്ള ഒരറിവ് മനുഷ്യർക്ക് ലഭിക്കുമ്പോൾ മനുഷ്യരൊക്കെ ഭൗതിക ജീവികളായതുകൊണ്ടാണ് ഈ അറിവ് സമ്പാദിക്കുന്നതും തലച്ചോറിൽ നിലനിർത്തുന്നതും സാമൂഹികമായി വികസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്നാൽ തലച്ചോറേ ഇല്ലാത്ത ഒരാൾക്ക്, അങ്ങനെ ഒരാളുണ്ടോയെന്ന് ചോദിച്ചാൽ, തലച്ചോറില്ലാത്ത ആളുണ്ടോയെന്ന് ചോദിച്ചാൽ ഞാൻ അറിഞ്ഞിടത്തോളം ഇല്ല. പിന്നെ അയാളെ ആളെന്ന് നമ്മൾ പറയില്ല. തലച്ചോറില്ലാത്ത ഒരാൾക്ക് തല ഉണ്ടാവുകയില്ല, തല ഉണ്ടായിട്ട് കാര്യമില്ല എന്ന് ഉറപ്പല്ലേ? അയാൾക്ക് ബോധമുണ്ടാകുമോ? അറിവുണ്ടാകുമോ? ഞരമ്പുകളില്ലാത്ത ഒരാൾക്ക് ഈ അറിവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ സാധിക്കുമോ? ഇന്ദ്രിയങ്ങളില്ലാത്ത ഒരാൾക്ക് ആ ഇന്ദ്രിയങ്ങൾ വഴി പുറത്തുനിന്ന് അറിവിനെ സ്വീകരിക്കാൻ സാധിക്കുമോ? കഴിയില്ല. അവിടെയാണ് ഈശ്വരാസ്തിത്വത്തിന്റെ പ്രശ്നങ്ങളിലേക്ക് ഈ വിഷയത്തെ എന്നെ നയിക്കുന്നത്. ഈശ്വരൻ അശരീരിയാണെന്ന് ഇസ്ലാം മതക്കാർ വിശ്വസിക്കുന്നു, ഹിന്ദു മതക്കാർ വിശ്വസിക്കുന്നു, ക്രിസ്തു മതക്കാർ വിശ്വസിക്കുന്നു. മതങ്ങളുടെ ഒരു പൊതുധാരണയാണ് ഈശ്വരൻ അശരീരിയാണ്. അശരീരി എന്ന് പറഞ്ഞാൽ ശരീരമില്ല എന്നാണ്. ശരീരമില്ലാത്ത ഈശ്വരന് അതുകൊണ്ട് തന്നെ തലയില്ല, തലച്ചോറില്ല, ഞരമ്പുകളില്ല, ഇന്ദ്രിയങ്ങളുമില്ല. എങ്കിൽ പിന്നെ ഈശ്വരന് അറിവ് പിടിച്ചെടുക്കാനും അറിവ് തലച്ചോറിൽ സൂക്ഷിക്കാനും അറിവിനെ വിനിമയം ചെയ്യാനും എങ്ങനെ കഴിയും? ഭൗതിക ജീവിയല്ലാത്ത ഈശ്വരൻ, അശരീരിയായ ഈശ്വരൻ, തലച്ചോറില്ലാത്ത ഈശ്വരൻ, ഞരമ്പ് സംവിധാനമില്ലാത്ത ഈശ്വരന് അറിവ് നേടാനും സംഭരിക്കാനും കൊടുക്കാനും കഴിയില്ല എന്നാണ് ജൈവ സമൂഹത്തിലെ അറിവിന്റെ ചരിത്രവും അറിവിന്റെ വികാസവും പഠിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ട് ഈശ്വരൻ അറിവ് ഇല്ലാത്തൊരാളെന്ന് പറഞ്ഞാൽ അതൊരു അധിക്ഷേപമായി പോവും. നേരെ മറിച്ച് അതിനെ ഞാൻ പറയുന്നത് ഗോഡിന്റെ ഈ അവസ്ഥ അറിവിന്റെ ഇല്ലായ്മയാണ്. അറിവിന്റെ ഇല്ലായ്മയുടെ രൂപമാണ് ഈശ്വരൻ. ഹി ഈസ് എ വാക്വം ഓഫ് ഇഗ്നോറൻസ്. ഹി ഈസ് വാക്വം ഓഫ് നോളജ്, നോട്ട് ഇഗ്നോറൻസ്. അയാൾ അറിവില്ലായ്മയുടെ ഒരു പൂർണ്ണതയാണ്, ഒരു നിറവാണ്. അറിവില്ലായ്മയുടെ ഒരു നിറവ്. എന്താ കാരണം? ഇതാണ് കാരണം. ഭൗതികവാദപരമായി നിങ്ങൾക്കും എനിക്കും ലഭിക്കുന്ന അറിവ് അയാൾക്ക് സ്വീകരിക്കാനും തലച്ചോറിൽ സൂക്ഷിക്കാനും വികസിപ്പിക്കുവാനും സാധിക്കുന്നില്ല. ഇതെന്ന് മനസ്സിലാക്കുന്നത് ദൈവത്തിന് അറിവിന്റെ ഇല്ലായ്മ, അറിവ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ സർവജ്ഞാനിവാദം അസംബന്ധമാണെന്ന് വളരെ വ്യക്തമാണല്ലോ. ദൈവം സർവജ്ഞാനിയാണെന്ന് പറയുന്നത് അറിവിന്റെ ശാസ്ത്രം അറിഞ്ഞുകൊണ്ട് പറയുന്നതല്ല. ദൈവത്തെക്കുറിച്ചുള്ള പഴയ ധാരണകളെ തള്ളിക്കളയാൻ കഴിയാതെ അതിനെ താലോലിക്കുന്നവർക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് വേണ്ടി പറയുന്ന പ്രയോഗങ്ങളിൽ ഒന്നാണ് ദൈവം സർവജ്ഞാനിയാണ്. അതിൻ്റെ അപ്പുറം അയാൾക്ക് ജ്ഞാനം എന്തെങ്കിലും ഗൗരവമായിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം ദൈവം സർവശക്തനാണെന്നതാണ്. ശക്തൻ എന്ന വാക്കിന് എന്താണ് ശക്തി? ഊർജതന്ത്രത്തിൽ ശക്തി കണക്കാക്കപ്പെടുന്നത് പവർ ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം. പ്രവൃത്തിയെ സമയം കൊണ്ട് ഹരിച്ചിട്ടാണ് പ്രവൃത്തിയുടെ ശക്തിയുടെ നിരക്ക് കണക്കാക്കുന്നത്. അപ്പോൾ പ്രവർത്തനം നടത്തണം, നിശ്ചിത സമയത്ത് നടത്തുന്ന പ്രവർത്തനത്തിന്റെ അളവാണ് ശക്തി. അങ്ങനെ ചെയ്യണമെങ്കിൽ ഭൗതിക ശരീരം വേണം. ഭൗതിക ശരീരമുള്ള ആളുകൾക്ക് മാത്രമേ പ്രവൃത്തി നടത്താൻ പറ്റൂ. വർക്ക് ചെയ്യണം. വർക്ക് ചെയ്യണത് പലതരത്തിലായി. വർക്കിനെ ഞാൻ ഇപ്പം നിർവചിക്കാനൊന്നും പോകുന്നില്ല, എൻ്റെ സമയം പോകും. അതുകൊണ്ട് വർക്ക് ബൈ ടൈം, അതാണ് പവർ. അപ്പോൾ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ശക്തി, കൈയോ കാലോ മൂക്കോ എന്തെങ്കിലും ഒരു അവയവം ഇല്ലെങ്കിൽ ഇങ്ങനെ വർക്ക് ചെയ്യാനാണ്. അശരീരിയായ ഈശ്വരന് വർക്ക് ചെയ്യാനുള്ള ഉപാധികൾ, അവയവങ്ങളില്ലാത്തത് കൊണ്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. ആൾക്ക് പ്രവൃത്തി ചെയ്യാൻ കഴിയില്ല. തീരെ പ്രവൃത്തി ചെയ്യാൻ കഴിയാതെ, തീരെ പവർ ഉൽപ്പാദിപ്പിക്കാൻ കഴിയാത്ത ഒരാൾ സർവശക്തനാണ്, വെരി ഹൈ പവർ ഉള്ളവരാണെന്ന് പറയുന്നത് ഭൗതിക ശാസ്ത്ര വസ്തുതകൾക്കെതിരാണ്. അതുകൊണ്ട് ഈശ്വരൻ സർവശക്തനാണെന്ന വാദത്തോടും എനിക്ക് യോജിപ്പില്ല. മൂന്നാമത്തൊന്ന്, ഈശ്വരൻ സർവവ്യാപിയാണെന്നാണ്. സർവവ്യാപിയാവുക എന്ന് പറഞ്ഞാൽ സ്ഥലത്തിലും കാലത്തിലും നിറഞ്ഞു നിൽക്കുക എന്നാണ്. സ്ഥലം എന്ന് പറഞ്ഞാൽ എന്താണ്? സർവവ്യാപി, എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുന്നവൻ. സ്ഥലം എന്ന് പറയുന്നത് സ്പേസ് എന്ന ഇംഗ്ലീഷ് വാക്കുകൊണ്ടാണ് നമ്മൾ ഇതിനെ അർത്ഥമാക്കുന്നത്. സ്ഥലം എന്ന് പറയുന്നത് ദ്രവ്യത്തിൻ്റെ ഒരു ഗുണവിശേഷമാണ്.
സ്ഥലം ദ്രവ്യത്തിൻ്റെ ഒരു ഗുണവിശേഷമാണ്. ദ്രവ്യം ഒരു ഭൗതിക വസ്തുവാണ്. ദ്രവ്യം എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സ്ഥലമുള്ളൂ. ദ്രവ്യം എവിടെയില്ലോ അവിടെ സ്ഥലമില്ല. ഈശ്വരൻ സ്ഥലത്തിൽ നിറഞ്ഞു നിൽക്കാൻ സാധിക്കുന്ന ഒരു ഭൗതിക വസ്തുവാണോ? അല്ല. കാരണം എന്താണ്? അയാൾക്ക് ശരീരമില്ല, ഭൗതികമായ ഒരു ശരീരമില്ല. അപ്പോൾ സ്ഥലത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്നോ നിറഞ്ഞു നിൽക്കുന്നില്ല എന്നോ പറയണമെങ്കിൽ ഈശ്വരന് ഒരളവ്, സ്ഥലപരമായ അളവ് ഈശ്വരന് നിർണ്ണയിക്കാൻ നമുക്ക് സാധിക്കണം. ഈശ്വരന് സ്ഥലപരമായ അറിവ് ഒരളവ് നമുക്ക് നിശ്ചയിക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ടാണ്? ഈശ്വരൻ ഭൗതികമായ ഒരു വസ്തുവല്ല. ഇതിന് കുറേ വിശദീകരണങ്ങളുണ്ട്, ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. ദ്രവ്യത്തിൻ്റെ ഗുണവിശേഷങ്ങളിലാണ് സ്ഥലം ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ദ്രവ്യ ഗുണങ്ങളില്ലാതെ സ്ഥലകാലങ്ങളെ വിലയിരുത്താൻ കഴിയില്ല. കാലവും ഇതുപോലെ തന്നെ സമയവും ദ്രവ്യത്തിൻ്റെ ഗുണവിശേഷമാണ്. ദ്രവ്യം എപ്പോഴൊക്കെ ഉണ്ടോ അപ്പോഴൊക്കെ കാലമുണ്ട്. ദ്രവ്യം എപ്പോഴില്ലയോ അപ്പോൾ കാലമില്ല. ഈ ദ്രവ്യം കാലത്തിൻ്റെ ഗുണമാണെന്ന് പറയുന്ന പ്രസ്താവന വിശദീകരണം അർഹിക്കുന്നതാണ്. പക്ഷേ സമയപരിധി കൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അത് ആപേക്ഷികതത്വത്തിലെ ഒരടിസ്ഥാന തത്വത്തോട് ബന്ധപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ, ഈശ്വരൻ സർവജ്ഞാനിയല്ല, സർവവ്യാപിയല്ല, സർവശക്തനല്ല എന്നാണ് ആ മൂന്ന് കാര്യങ്ങളെക്കുറിച്ചുള്ള എൻ്റെ അടിസ്ഥാനപരമായ നിലപാട്. ഇനി അനന്തനാണ്. ഈ പ്രപഞ്ചം അനന്തമാണെങ്കിൽ, ആ ദൈവവും അനന്തമാണെങ്കിൽ രണ്ട് അനന്തതകൾ ഒരേ സമയത്ത് നിലനിൽക്കാനിടയില്ല. ആ ഒരു വസ്തുത ദൈവത്തിൻ്റെ അനന്തത എന്ന ഗുണത്തെ പ്രകൃതിയുടെ അനന്തത എന്ന ഗുണവുമായി ബന്ധപ്പെടുന്നില്ല. പക്ഷേ പ്രകൃതി അനന്തമാണോ എന്ന ചോദ്യം സംശയാസ്പദമാണ്. ശാസ്ത്ര രംഗത്ത് ഭിന്നാഭിപ്രായങ്ങൾ ഇതിലുണ്ട്. ചില തത്വപ്രകാരം അത് ശാന്തമാണ്, വേറെ ചില തത്വപ്രകാരം അത് അനന്തമാണ്. പ്രപഞ്ച ഉൽപ്പത്തി സിദ്ധാന്തങ്ങൾ 3 ആ 3 വെറും ഹിപ്പോത്തസിസ് മാത്രമാണ്. സാങ്കല്പിക സിദ്ധാന്തങ്ങൾ, പൂർണ്ണമായി തെളിയിക്കപ്പെട്ടവയല്ല. അതിൽ കൂടുതൽ തെളിവുള്ളവ നാം ഇപ്പോൾ ഉയർത്തിപ്പിടിച്ച് പറഞ്ഞെന്ന് വരും. അതിൽ ഈ ബിഗ് ബാങ് തിയറിയാണ് ഇപ്പോൾ കൂടുതൽ തെളിവുള്ളതായിട്ട് സൂചിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അത് ശാന്തമാണ്. എങ്കിൽ ഞാൻ ഈ പറഞ്ഞ പ്രശ്നം പ്രസക്തമല്ല, അനന്തത എന്ന പ്രശ്നത്തിന് പ്രസക്തമല്ല. പക്ഷേ അത് തന്നെയാണ് തെളിയിക്കപ്പെട്ട സിദ്ധാന്തമെന്ന് പറയാറായിട്ടില്ല. ശാസ്ത്രം ഗവേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, സിദ്ധാന്തങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷത്തിലും ശാസ്ത്രത്തിൻ്റെ നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. അവിടെ ഒരു പ്രധാന ചോദ്യം കടന്നു വരുന്നുണ്ട്. ശാസ്ത്രം എങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സിദ്ധാന്തങ്ങൾ മാറ്റുന്നത് കൊണ്ട്, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ കൊണ്ട് ശാസ്ത്രം വിശ്വസനീയമാണോ? മതവിശ്വാസികൾ പലപ്പോഴും ഉന്നയിക്കുന്ന അതിപ്രധാനമായ ഒരാക്ഷേപമാണ്, ശാസ്ത്രത്തിനെതിരായ ഒരാക്ഷേപമാണിത്. എനിക്ക് പറയാനുള്ളത്, പ്രപഞ്ചം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്തതൊന്നും പ്രപഞ്ചത്തിലില്ല. ഈ പ്രപഞ്ചത്തിൽ എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രപഞ്ചത്തിൽ മനുഷ്യൻ സമ്പാദിക്കുന്ന അറിവുകളും ശാസ്ത്രവിജ്ഞാനങ്ങളും മാറിക്കൊണ്ടിരിക്കും. മാറുന്ന പ്രപഞ്ചത്തിൽ അറിവുകളും മാറിക്കൊണ്ടിരിക്കണം. ആ അറിവ് മാത്രമേ വളരുന്നതായിട്ടുള്ളൂ. വളരുന്ന എല്ലാ സാധനങ്ങളും മാറുന്നതാണ്. ഒരു കുട്ടിയായിരിക്കുമ്പോൾ എൻ്റെ വലിപ്പം ഒരുപക്ഷെ 5 കിലോ, ഒരു യുവാവിൻ്റെ പ്രായമായപ്പോൾ 20 കിലോ, ഇപ്പോൾ പ്രായം ചെന്ന ആളായപ്പോൾ അത് 62 കിലോ. അങ്ങനെ കിലോയിൽ ഇങ്ങനെ ഭാരം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവർക്കും ബാധകമാണ്. നാം തൂക്കത്തിൽ വ്യത്യാസം വന്നു അല്ലെങ്കിൽ വലിപ്പത്തിൽ വ്യത്യാസം വന്നു എന്നതുകൊണ്ട് നമ്മളാരും മോശക്കാരായിട്ടില്ല. മാറ്റമുള്ള മനുഷ്യൻ മോശക്കാരനാണെന്ന് ആരെങ്കിലും പറയൂ? ചെറിയ മനുഷ്യൻ യുവാവാകുന്നു, വലുതാകുന്നു, ബുദ്ധിപരമായി വികസിക്കുന്നു, പ്രായം വർദ്ധിക്കുന്നു. പ്രായം ചിലപ്പോൾ കൂടുമ്പോൾ നമുക്ക് ചില അസുഖം കൊണ്ടൊക്കെ ഓർമ്മക്കുറവൊക്കെ ഉണ്ടായി വരും. ആ പ്രായത്തെ നമുക്ക് ഒഴിവാക്കാം. ആ വളർച്ചയുടെ പുരോഗമനപരമായ വളർച്ച മനുഷ്യർക്കുണ്ട്. ആ ഘട്ടത്തിലെ മാറ്റത്തെ നിഷേധിക്കാൻ പറ്റില്ല. വളർച്ച മാറ്റമാണ്, മാറ്റം വളർച്ചയാണ്. അത് ശാസ്ത്രം സ്ഥിരീകരിക്കുന്ന ഒരു വസ്തുതയാണ്. ശാസ്ത്രത്തിൻ്റെ നിഗമനങ്ങൾ അതുകൊണ്ട് തന്നെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറിക്കൊണ്ടിരിക്കും. ന്യൂട്ടന്റെ സങ്കല്പങ്ങൾ കഴിഞ്ഞ 300 കൊല്ലക്കാലമായി പ്രപഞ്ചത്തിൽ വളരെ അംഗീകാരം വാങ്ങിയ സിദ്ധാന്തങ്ങളാണ്. ഐൻസ്റ്റീനിയൻ തിയറി വന്നപ്പോൾ, അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ചില പ്രമാണങ്ങൾ വന്നപ്പോൾ, ക്വാണ്ടത്തിലെ ഈ ന്യൂട്ടന്റെ നിയമങ്ങളിൽ ചില ഭേദഗതികൾ വരുന്നു. സ്ഥൂല പ്രപഞ്ചത്തിൽ ന്യൂട്ടന്റെ നിയമങ്ങൾ ഇന്നും സാധകമാണ്. പക്ഷെ സൂക്ഷ്മ ലോകത്തിൽ അത് അപ്പടി പ്രസക്തമല്ല, അതിൽ ചില ഭാഗങ്ങൾ പ്രസക്തമല്ല എന്ന കണ്ടുപിടുത്തം ആധുനിക ശാസ്ത്രം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരു കാര്യം വരുന്നു, ന്യൂട്ടന്റെ സിദ്ധാന്തങ്ങളിൽ മാറ്റം വന്നാൽ പിന്നെ ശാസ്ത്രം പൊളിഞ്ഞോ? അങ്ങനെ പറയുന്നത് ശാസ്ത്രത്തെക്കുറിച്ച് അറിവില്ലാത്തത് കൊണ്ടാണ്. ന്യൂട്ടന്റെ സിദ്ധാന്തത്തെ പിൽക്കാലത്ത് വന്ന ഐൻസ്റ്റീനും അതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ പണ്ഡിതന്മാരും അതിന് കൂടുതൽ ഗവേഷണം നടത്തി കൂടുതൽ ശാസ്ത്രീയവൽക്കരിച്ചതിന്റെ ഫലമായിട്ടാണ് മോഡേൺ ധാരണകൾ കടന്നു വരുന്നത്.
ഒരു ശാസ്ത്ര സിദ്ധാന്തത്തിന് പോരായ്മയുണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥം അതിനുള്ള പോരായ്മ നികത്തുന്നതിന് പുതിയ സിദ്ധാന്തം പര്യാപ്തമായിട്ടുണ്ടെന്നാണ്. ശാസ്ത്രരംഗത്തുള്ള സിദ്ധാന്തങ്ങളുടെ പരിവർത്തനങ്ങൾ പലപ്പോഴും 100% ഒരേ മാതിരിയല്ല. ഭൂരിപക്ഷം സന്ദർഭങ്ങളിലും താണ സത്യങ്ങളിൽ നിന്ന് ഉയർന്ന സത്യങ്ങളിലേക്കുള്ള എടുത്തുചാട്ടമാണ് ശാസ്ത്ര സിദ്ധാന്ത രംഗത്തെ മാറ്റങ്ങൾ. അപൂർവം ചിലപ്പോൾ ചില അബദ്ധങ്ങളും വരും, പൂർണ്ണമായി നിഷേധിക്കപ്പെടേണ്ട തത്വങ്ങളും ഉണ്ടാകും. തീരെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. അത് കിട്ടുന്ന പുതിയ തെളിവുകൾ നിലവിലുള്ള തെളിവുകളെ പൂർണ്ണമായി നിഷേധിക്കുന്നതാണെങ്കിൽ ശാസ്ത്രത്തിന് ആ സിദ്ധാന്തത്തെ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ല. ശാസ്ത്രത്തിൽ ആത്യന്തികമായ സിദ്ധാന്തങ്ങളില്ല. ഇന്ന് അംഗീകരിക്കപ്പെടുന്ന സിദ്ധാന്തങ്ങളൊന്നും നാളെ അതേമാതിരി നിലനിൽക്കുമെന്ന വിശ്വാസം ഞാൻ പുലർത്തുന്നില്ല. ശാസ്ത്രകാരന്മാർ അത് വെച്ച് പുലർത്തുകയില്ല. അങ്ങനെ പുലർത്തുന്നവൻ ശാസ്ത്രചിന്തയുള്ളവനല്ല. എന്തുകൊണ്ടെന്നാൽ ശാസ്ത്രം അനുക്ഷണ വികസ്വരമാണ്, നിരന്തര ഗവേഷണത്തിന് വിധേയമാണ്, പരീക്ഷണങ്ങൾ നിരന്തരമായി കടന്നു വരികയാണ്. അതുകൊണ്ട് തന്നെ ആ പുതിയ പുതിയ അറിവ് ലഭിക്കുമ്പോൾ നിഗമനങ്ങൾ മാറ്റേണ്ടി വരും. അത് ശാസ്ത്രത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ശാസ്ത്രത്തിൽ ആത്യന്തിക സത്യങ്ങളില്ല. നേരെ മറിച്ച് തെളിയിക്കപ്പെട്ടത് മാത്രമേ ശാസ്ത്രം അംഗീകരിക്കൂ. തെളിയിക്കപ്പെടാത്ത നിഗമനങ്ങളെ, നേരത്തെ പറഞ്ഞ പ്രബന്ധ സിദ്ധാന്തങ്ങളെ, ഹിപ്പോത്തസിസ് എന്ന് പറയുന്നവയെ നാം മാറ്റിവെക്കുന്നു, അംഗീകരിക്കുന്നതിന് വേണ്ടി മാറ്റിവെക്കുന്നു. പക്ഷെ തള്ളണമെന്നില്ല. ഒരു സിദ്ധാന്തം തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നതുകൊണ്ട് അതിനെ തള്ളുകയല്ല വേണ്ടത്, നേരെ മറിച്ച് അതിനെ മാറ്റിവെക്കുക. ഒരു ഉറച്ച തീരുമാനം ഇപ്പോൾ പറയാതിരിക്കുക. കൂടുതൽ തെളിവ് കിട്ടുമ്പോൾ അത് പറയാൻ നമുക്ക് സന്ദർഭം കിട്ടും. ഇങ്ങനെ തുറന്ന മനസ്സാണ്, ഒരു ഓപ്പൺ മൈൻഡഡ്നെസ് ആണ് ശാസ്ത്രകാരന്റെ അടിസ്ഥാനപരമായ മനോഭാവം. ഈ രീതിയിലാണ് ശാസ്ത്രം അതിന്റെ വിജ്ഞാന സമ്പാദനം നടത്തുന്നത്. ശാസ്ത്രത്തിന്റെ വിജ്ഞാന സമ്പാദന രംഗത്ത് ഉപയോഗിക്കുന്ന മാർഗം ശാസ്ത്രീയ രീതിയാണ്. സംശയിക്കുക, ചോദ്യം ചെയ്യുക, ഹിപ്പോത്തസിസ് രൂപീകരിക്കുക, താൽക്കാലിക തീരുമാനങ്ങൾ എത്തുക. ആ താൽക്കാലിക തീരുമാനങ്ങൾ ശരിയോ തെറ്റോ എന്ന് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും നടത്തി തെളിയിക്കുക. ആ നിരീക്ഷണങ്ങളുടെയും പരീക്ഷണങ്ങളെയും ഫലങ്ങളിൽ നിന്ന് ഒരു ശരിയായ നിഗമനത്തിലെത്തുക. ആ നിഗമനമാണ് സിദ്ധാന്തം. ശാസ്ത്രത്തിൽ ഈ സിദ്ധാന്തം രൂപീകരിച്ചാലും അത് ആത്യന്തിക സത്യമായി ശാസ്ത്രം അംഗീകരിച്ചു കൊള്ളുന്നില്ല. ശാസ്ത്രകാരന്മാർ പറയുന്നത് ആ സിദ്ധാന്തം, ഞാൻ കണ്ടുപിടിക്കുന്ന ഒരു ഗവേഷണ സിദ്ധാന്തം എൻ്റെ പരീക്ഷണശാലയിൽ ഞാൻ കണ്ടുപിടിച്ചതാണെങ്കിലും എൻ്റേത് മാതിരിയുള്ള പരീക്ഷണശാലകളിൽ ആവർത്തനത്തിന് വിധേയമായി അതേ ഗവേഷണം നടത്തി അതേ പരീക്ഷണ ഫലമുണ്ടായാൽ മാത്രമേ എൻ്റെ സിദ്ധാന്തം ശാസ്ത്രലോകം അംഗീകരിക്കൂ. ഫ്രഞ്ച് അക്കാഡമിക്ക് നമ്മുടെ തിയറികൾ പോകണം. അവർ മറ്റ് ഗവേഷണശാലകൾക്ക് മറുപടികൾ കൊടുക്കും. ആ ഗവേഷണശാലകളിൽ നിന്ന് മറുപടി വന്നാൽ മാത്രമേ, ആത്യന്തികമായി സമാന ദർശനമാണെങ്കിൽ മാത്രമേ ആ തിയറി അംഗീകരിക്കപ്പെടുകയുള്ളൂ. ആ അവസാനത്തെ ഈ പരിപാടിക്ക് പറയുന്നത് സാമാന്യവൽക്കരണം. കണ്ടുപിടിച്ച സിദ്ധാന്തം സാമാന്യവൽക്കരണത്തിന് വിധേയമാക്കിയാൽ മാത്രമേ ശാസ്ത്രം അംഗീകരിക്കുന്നുള്ളൂ. ഈ 6-7 പടവുകളുള്ള ശാസ്ത്രീയ നിലപാടുകളാണ് അറിവ് തേടാനുള്ള ഏറ്റവും ശരിയായ മാർഗം. ഇതിനെ വസ്തുനിഷ്ഠമായ മാർഗമെന്നാണ് പറയുക. ഈ വസ്തുനിഷ്ഠ മാർഗത്തിൽ ലഭിക്കുന്ന അറിവ് മാത്രമാണ് ശരി. അല്ലാത്ത എല്ലാ അറിവുകളും ശരിയായിക്കൊള്ളണമെന്നില്ല. തെറ്റാവുമെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊള്ളുന്നില്ല. പക്ഷെ ശരിയാവുമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് അവയെ അംഗീകരിക്കാതെ മാറ്റിവെക്കുക, കൂടുതൽ ഗവേഷണങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. ഇതാണ് ശാസ്ത്രത്തിന്റെ നിലപാട്. ഈ രീതിയെ വസ്തുനിഷ്ഠ നിലപാടെന്നാണ് പറയുന്നത്. ഈ രീതി മതങ്ങൾ സ്വീകരിക്കുന്നില്ല. മതങ്ങൾ സ്വീകരിക്കുന്ന രീതി മനോനിഷ്ഠ നിലപാടാണ്, സബ്ജക്റ്റീവ് മെത്തഡ്. മനോനിഷ്ഠ നിലപാടാണ്. അത് ശാസ്ത്രത്തിന്റെ വസ്തുനിഷ്ഠ നിലപാടുമായി പരസ്പര വിരുദ്ധമാണ്. അതുകൊണ്ടാണ് മനോനിഷ്ഠ നിലപാടിനെ ശാസ്ത്രകാരന്മാർ സ്വീകരിക്കുന്നില്ല. എന്നാൽ ശാസ്ത്ര നിലപാടുകളെയോ മതക്കാർ ഭൂരിപക്ഷവും സ്വീകരിക്കുന്നുണ്ട്. എന്താ കാരണം? അതെല്ലാവർക്കും സുതാര്യമാണ്, അതെല്ലാവർക്കും സമാനമാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങളുടെ പ്രത്യേകത ഒന്ന്, അത് സാർവത്രികമാണ്, സർവ്വരാജ്യങ്ങളിലും ഒരേപോലെയാണ്. 2, അത് സാർവജനീനമാണ്, എല്ലാ രാജ്യങ്ങളിലെയും എല്ലാ ജനങ്ങൾക്കും ജാതിമത ഭേദമന്യേ എല്ലാ ജനങ്ങൾക്കും ശാസ്ത്ര സിദ്ധാന്തം ഒരുപോലെയാണ്. 3, ശാസ്ത്ര സിദ്ധാന്തങ്ങൾ സാർവകാലികമാണ്, എല്ലാ കാലത്തും ഒരുപോലെയാണ്. നിഷേധിക്കപ്പെടാത്തോടത്തോളം കാലം, തെറ്റാണെന്ന് തെളിയിക്കപ്പെടാത്തോടത്തോളം കാലം അത് ഒരേ മാതിരിയാണ്. എല്ലാ സിദ്ധാന്തങ്ങൾക്കും ആ പരിമിതിയുണ്ട്, ചില എക്സെപ്ഷൻസ് ഉണ്ട്. അപ്പൊ ശാസ്ത്രം സാർവത്രികമാണ്, ശാസ്ത്ര സിദ്ധാന്തം സാർവത്രികമാണ്, സാർവജനീനമാണ്, സാർവകാലികമാണ്. ഈ ഗുണവിശേഷങ്ങളൊന്നും മതസിദ്ധാന്തങ്ങൾക്കില്ല. അത് മതത്തെ ശരിയായ അറിവിന്റെ പാതയിലല്ല മതം അതിന്റെ അറിവ് നേടുന്നത്, ശരിയായ അറിവിന്റെ രീതിയിലാണ് ശാസ്ത്രം അതിന്റെ അറിവ് നേടുന്നത്. അതുകൊണ്ട് ഒരു കാലത്ത് അംഗീകരിക്കപ്പെടാതിരുന്ന ശാസ്ത്രം കഴിഞ്ഞ 500 കൊല്ലക്കാലമുണ്ടായ ലോകവ്യാപകമായ അംഗീകാരം നേടിക്കഴിഞ്ഞിട്ടുള്ളത്. 500 കൊല്ലം മുമ്പൊക്കെ ശാസ്ത്രത്തോട് ആളുകൾക്ക് വെറുപ്പാ.
ശാസ്ത്ര പ്രസ്താവനകൾ നടത്തിയ ആളുകളെ മതക്കാർ എതിർക്കുക ചെയ്തിരുന്നത്. ക്രിസ്തുമതം ശാസ്ത്രത്തിനെതിരെ നടത്തിയ സമരങ്ങൾക്ക് കയ്യും കണക്കുമില്ല. ക്രിസ്തുമതമാണ് ആ ഹിംസയ്ക്ക് മുന്നിൽ നിൽക്കുന്നവർ. മറ്റ് മതങ്ങളും തരം കിട്ടുമ്പോഴൊക്കെ അംഗീകരിക്കാത്ത സിദ്ധാന്തങ്ങളുടെ പേരിൽ ശാസ്ത്രത്തെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് എന്നതും ഒരു സത്യമാണ്. സ്വീകരിക്കാത്ത കാര്യങ്ങളെ അവർ തള്ളിപ്പറയും. അപ്പം മതം മനോനിഷ്ഠ രീതിയിൽ കാര്യങ്ങൾ കാണുന്നതിന്റെ ഫലമായി ശാസ്ത്രീയ സിദ്ധാന്തങ്ങളുടെ ഒരു ഗുണവും മത സിദ്ധാന്തങ്ങൾക്കില്ല. ഉദാഹരണം നമുക്ക് പറയാം. മതഗവേഷണത്തിന്റെ ഫലമായി മതങ്ങളുടെ ഏറ്റവും വലിയ അറിവെന്താണ്? ഈശ്വരനുണ്ടെന്ന്. ഈശ്വരനെ കുറിച്ചുള്ള അറിവാണ്. ഈശ്വരനെ കുറിച്ച് ഓരോ മതക്കാരി അഭിപ്രായം എന്താ? അത് അസാധാരണമായ നിലപാടാണ്. ഹിന്ദുമതത്തിൽ ഈശ്വരനെ കുറിച്ചുള്ള അഭിപ്രായം പലതാണ്. ഓരോ മതചിന്താവിഭാഗങ്ങളും ഈശ്വരനെ കുറിച്ച് ഓരോ നിർവചനങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഈശ്വരൻ ഏകനാണെന്ന് പറയുന്ന ഹിന്ദുമത അദ്വൈതവാദമുണ്ട്. ഈശ്വരൻ രണ്ടാണെന്ന് പറയുന്ന, പ്രപഞ്ചം രണ്ടാണ്, ദൈവികമായ പ്രതിഭാസങ്ങൾ രണ്ടാണെന്ന് പറയുന്ന അദ്വൈതമുണ്ട്. ആ ദ്വൈതത്തിൽ തന്നെ വിശിഷ്ടാദ്വൈതമുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ തൃത്വവാദമുണ്ട്. ഈശ്വര ശക്തികൾ മൂന്നാണെന്ന് പറയുന്ന തൃത്വവാദം ഹിന്ദുമതത്തിലുണ്ട്. പിന്നെ അതിൽ തൃത്വം മാത്രമല്ല, ബഹുത്വവാദം 3 അല്ല 33 33 അല്ല 33 മുക്കോടിയാണ് ദൈവിക കണങ്ങൾ എന്ന് പറയുന്ന സിദ്ധാന്തങ്ങളും ഹിന്ദുമതത്തിൽ കാണാം. ദൈവം 1 ആണോ 3 ആണോ 50 ആണോ 33 ആണോ 33 മുക്കോടിയാണോ ഹിന്ദുമതത്തിൽ തീരുമാനമായിട്ടില്ല. ആ വിഭാഗങ്ങളൊക്കെ അവരുടെ നിലപാടുകൾ ഇപ്പോഴും വെച്ച് പുലർത്തുകയാണ്. കാരണം എന്താ? ഒരു വസ്തുനിഷ്ഠമായ ഗവേഷണം ആ രംഗത്ത് നടക്കുന്നില്ല. ആരതാണ് ശരിയെന്ന് തമ്മിൽ തച്ചല്ലാതെ അവർക്ക് തീരുമാനിക്കാൻ കഴിയില്ല. ഇനി ക്രിസ്തുമതത്തിലേക്ക് കടന്നാലോ? ക്രിസ്തുമതത്തിൽ ദൈവം 3 പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് 3 കൂടി കൂടിയാൽ ഒരു ആത്മാവ്, പരമാത്മാവ്. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. അത് മുസ്ലിങ്ങൾക്കറിയാം. ക്രിസ്തുമതത്തിലെ ഈ തൃത്വവാദം എത്ര അസംബന്ധ ജടിലമാണെന്ന് മുസ്ലിങ്ങൾ വളരെ ശക്തമായി അവരുടെ ഏകത്വവാദം സ്ഥാപിക്കുന്നതിന് വേണ്ടി അവതരിപ്പിക്കുന്ന വസ്തുതകളാണ്. അതുകൊണ്ട് ക്രിസ്തുമതത്തിലെ ആ തൃത്വവാദം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. അപ്പൊ ഹിന്ദുമതത്തിലെ ഏകത്വവാദം, ദ്വിത്വവാദം, ബഹുത്വവാദം മതത്തിന്റെ കണ്ടുപിടുത്ത ദൈവത്തിന്റെ ഗുണത്തെക്കുറിച്ച്. ക്രിസ്തുമതത്തിലേക്ക് വന്നപ്പോൾ പ്രസിദ്ധമായ മതമാണ് ക്രിസ്തുമതം. അതിൽ വന്നപ്പോൾ ദൈവം തൃത്വവുമാണ്, പിന്നെ ഏകത്വമാണ്. ആ തൃത്വത്തിന്റെ ഏകത്വവുമാണ്. യോജിപ്പില്ല. എത്രയോ നൂറ്റാണ്ടുകളായി തർക്കം തുടങ്ങിയിട്ട് ഇപ്പോഴും തർക്കം തന്നെയാണ്. അത് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു മതമാണ് ഇസ്ലാം മതം. ഇസ്ലാം മതത്തിൽ പറയുന്നത് ദൈവം ഒന്നാണ്, ഏകനാണ്. ഇസ്ലാം മതം മാത്രമൊന്നുമല്ല, അതിന് മുമ്പുണ്ടായിരുന്ന ചില മതപണ്ഡിതന്മാരും ഏകത്വവാദം അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ദൈവം ഒന്നാണെന്നാണ് ഇസ്ലാം മതം. ഞാൻ സംഘടിത മതങ്ങളെയാണ് കേന്ദ്രീകരിക്കുന്നത്. ഇസ്ലാം മതം ഏകനാണ്. പക്ഷെ ഏകനായ ഈ മുസ്ലിമിന്റെ ദൈവത്തെ മറ്റു മതക്കാരൊന്നും സ്വീകരിക്കില്ല. ആ ഇസ്ലാം ദൈവം എത്ര ഏകനായാലും തരക്കടില്ല. ഹിന്ദുവിന് ഇഷ്ടമല്ല, ക്രിസ്ത്യാനിക്ക് ഇഷ്ടമല്ല, ജൂതന് ഇഷ്ടമല്ല, മറ്റൊരുക്ക് ഇഷ്ടമല്ല. അങ്ങനെ ഏകത്വവാദം അവതരിച്ച ഇസ്ലാമിനെതിരെ അഭിപ്രായ ഘടനങ്ങളാണ്. എന്താ കാരണം? ഈ ദൈവങ്ങൾക്കൊക്കെ സവിശേഷ ഗുണങ്ങൾ അതാത് മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന, എൻ്റെ ഈ സ്റ്റേജിലിരിക്കുന്ന ഞാനും അക്ബറും 2 അഭിപ്രായങ്ങളുടെ പ്രതിനിധികളാണെങ്കിൽ ഞങ്ങൾ രണ്ടാളും മനുഷ്യരാണ്. ആ അർത്ഥത്തിലുള്ള ഐക്യം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടാളും ഐക്യമുള്ളവരാണെങ്കിലും ഞങ്ങളുടെ സ്വഭാവത്തിൽ ചില വ്യത്യാസം ഉണ്ടാവാം. കയ്യും കാലും മൂക്കും കണ്ണും ഒക്കെ ഞങ്ങൾക്കുണ്ടെങ്കിലും പെരുമാറ്റത്തിലൊക്കെ ചില വ്യത്യാസങ്ങൾ ഉണ്ടായെന്ന് വരാം. ഇത് ദൈവങ്ങൾക്കും ബാധകമാണ്. മനുഷ്യന്റെ സ്വഭാവവിശേഷം പോലെ ദൈവങ്ങളുടെ മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങളുടെ സ്വഭാവത്തിലും ഒരുപാട് വ്യത്യാസമുണ്ട്. ക്രിസ്തീയ ദൈവം മക്കളെ ഉണ്ടാക്കുന്നവരാണ്. അയാളുടെ മകനാണ് യേശു ക്രിസ്തു. ഇസ്ലാമിക ദൈവത്തിന് മക്കൾ ഉണ്ടാക്കൂല. ക്രിസ്തുവിനെ ദൈവപുത്രനാണെന്ന് പറയുന്നത് തെറ്റാണെന്ന് ഇസ്ലാം തുറന്നു പറയും. വളരെ സംഘടിതമായ 2 മതങ്ങൾ. ഇതിലേത് മതം പറഞ്ഞത് സ്വീകരിക്കും? ഭൂരിപക്ഷ മതം പറഞ്ഞത് സ്വീകരിക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ക്രിസ്തുമതത്തിന്റെ നിലപാടായിരിക്കും ശരി. കാരണം ഭൂരിപക്ഷം ലോകത്തിലെ ആളുകൾ ഇന്ന് ക്രിസ്ത്യാനികളാണ്. ഇസ്ലാം മതം അതിന്റെ 2ാം നിരയിലാണ്, ഹിന്ദുമതം 3ാം നിരയിലാണ്, ജൂതമതം വളരെ പിന്നിലാണ് ആളെ എണ്ണത്തിൽ. അപ്പൊ ആളെ എണ്ണം നോക്കിയിട്ട് തീരുമാനിക്കുന്നത് അശാസ്ത്രീയമാണ്. ശരിയും തെറ്റും പരിശോധിക്കുന്നത് ശാസ്ത്രീയമായ നിലപാടുകളിലൂടെ വേണം. ഈശ്വരനെ ശാസ്ത്രീയമായി നേരിട്ട് പരിശോധിക്കാൻ സാധിക്കുമോ? ഇല്ലല്ലോ. എന്താ കാരണം? ഈശ്വരൻ ഒരു വസ്തുവല്ല. ശാസ്ത്രത്തിന്റെ ഗവേഷണ മണ്ഡലങ്ങൾ മുഴുവൻ ഭൗതിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈശ്വരൻ ഒരു ആത്മീയ ശക്തി എന്ന് പറഞ്ഞാൽ ഭൗതിക ശക്തിയല്ല എന്നാ. അത് ഗവേഷണത്തിന്റെ മണ്ഡലത്തിൽ വസ്തുനിഷ്ഠമായ ഗവേഷണത്തിന് വിധേയമാവില്ല. പിന്നെ ഈശ്വരനെ ഈ ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണ്? വസ്തുനിഷ്ഠ പ്രപഞ്ചത്തിൽ നിന്ന് ലഭിച്ച അറിവുകളെ അവലംബമാക്കി ആ വസ്തുനിഷ്ഠ ജ്ഞാനവുമായി ഈശ്വരീയ വാദങ്ങളിൽ വരുന്ന ജ്ഞാന ദർശനങ്ങൾ എത്രമാത്രം യോജിക്കുന്നു എന്ന് നോക്കിയിട്ടാണ്. അതിനോട് യോജിക്കുന്നില്ലെങ്കിൽ ആ ഈശ്വരവാദത്തെ നമ്മൾ അംഗീകരിക്കുന്നില്ല. അല്ലാതെ ഈശ്വരനെ തെരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് ഈശ്വരൻ ഇല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. ഈശ്വരൻ ഒരു ഗവേഷണ വിഷയം, ഭൗതികമായ ഒരു ഗവേഷണ വിഷയം, ശാസ്ത്രീയമായ ഒരു ഗവേഷണ വിഷയമാക്കാൻ പറ്റില്ല.
അതുകൊണ്ടാണ് മതപണ്ഡിതന്മാർ ഈശ്വരനെ കണ്ടെത്താനും ഈശ്വരനെക്കുറിച്ച് അഭിപ്രായം പറയാനും ശാസ്ത്രീയ മാർഗം ആരും സ്വീകരിച്ചിട്ടില്ല. എല്ലാവരും മനോനിഷ്ഠ മാർഗമാണ്. ഹിന്ദുമതത്തിലെ ഋഷീശ്വരന്മാർ കാട്ടിൽ പോയി ഏകാന്ത ധ്യാനം നടത്തി മഹാ തപസ്സുകൾ. അയ്യപ്പാമി, തപസ്സിനെ കുറിച്ചുള്ള വിശകലനം കേട്ടാൽ ഈശ്വരൻ പോലും ഉരുകിപ്പോകും. അങ്ങനെ അഗ്നിയുടെ നടുവിലുള്ള തപസ്, ജലകുണ്ഡത്തിലുള്ള തപസ്, ഒറ്റക്കാലിലുള്ള തപസ്, തലകുത്തി നിൽക്കുന്ന തപസ്, ഇനി ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. അങ്ങനെ മഹാത്യാഗപൂർവകമായ തപസ്സുകൾ ചെയ്തിട്ടാണത്രേ ഹിന്ദു പണ്ഡിതൻ ഈശ്വരന്റെ ജ്ഞാനങ്ങളെ ഈശ്വരനിൽ നിന്നിങ്ങനെ ചോർത്തിയെടുത്തത്. ദൃഷ്ടങ്ങളാണ് വേദങ്ങൾ. വേദങ്ങൾ മൂപ്പര് ചിന്തിച്ചെഴുതിയതല്ല, ദൃഷ്ടങ്ങൾ. അയാൾക്ക് മനസ്സടച്ചിരിക്കും, കണ്ണടച്ചിരിക്കുമ്പോൾ വേദവാക്യങ്ങൾ ഇങ്ങനെ മനസ്സിന്റെ മുന്നിൽ കടന്നു വരികയാണ്. വൈദിക വിജ്ഞാനം മുഴുവൻ അപൗരുഷേയങ്ങളാണ്, പുരുഷ സംബന്ധമല്ല. പുരുഷൻ എന്ന് പറഞ്ഞാൽ ദൈവമല്ല, മനുഷ്യൻ. മനുഷ്യ സംബന്ധമല്ല, അപൗരുഷയം പുരുഷനെ സംബന്ധിക്കുക, മനുഷ്യനെ സാധിക്കാത്തത്. അതാണ് വേദങ്ങളെന്നാണ് വൈദിക പണ്ഡിതന്മാരുടെ നിലപാട്. ആ വേദത്തിലോ ഈശ്വരനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ? ആ വൈദിക സാഹിത്യത്തെ അവലംബാക്കിയിട്ടാണ് ശങ്കരാചാര്യർ അദ്ദേഹത്തിന്റെ ദൈവിക സങ്കല്പം, അത് ഏറ്റവും ഉയർന്ന ദൈവിക സങ്കല്പം ശങ്കരാചാര്യരുടെ വളരെ ഉയർന്ന യുക്തിവാദമാണെന്നാണ് മതപണ്ഡിതന്മാർ പറയുന്നത്. അതുകൊണ്ട് അയാളുടെ ഉയർന്ന യുക്തിവാദപരമായ ദൈവസങ്കല്പത്തെ നമുക്കൊന്ന് പരിശോധിക്കാം. ശങ്കരാചാര്യർ പറഞ്ഞ ദൈവം നിർഗുണ ബ്രഹ്മമാണ്. അയാളുടെ ആത്യന്തികമായ തത്വശാസ്ത്രപരമായ വിലയിരുത്തൽ ദൈവം നിർഗുണ ബ്രഹ്മമാണ്. ബ്രഹ്മെന്നായ ദൈവത്തിന്റെ പേരാണ്, ഹിന്ദു ദൈവത്തിന്റെ പേര് ബ്രഹ്മെന്ന. അത് നിർഗുണമാണ്. നിർഗുണം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഗുണവുമില്ല. ദൈവത്തിന് ഒരു ഗുണമില്ലെങ്കിൽ പിന്നെ അയാൾ സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ എന്നൊക്കെ പറഞ്ഞത് ബാധകാവുമോ? ബാധകാവൂല. അപ്പോൾ ശങ്കരാചാര്യരുടെ ദൈവം നിർഗുണ ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ദൈവമല്ലാത്തൊരു ദൈവനിഷേധിയായ ദൈവമാണ് അദ്ദേഹത്തിന്റെ ദൈവം. എനിക്ക് അദ്ദേഹത്തിന്റെ ദൈവത്തെയാണ് ഇഷ്ടം. എന്താ കാരണം അറിയോ? നിർഗുണ ദൈവം എന്ന് പറഞ്ഞാൽ സമയമായോ? 40 മിനിറ്റില്ലേ? 15. അപ്പോൾ നിർഗുണ ബ്രഹ്മവാദമാണ് അദ്ദേഹത്തിനുള്ളത്. നിർഗുണ ബ്രഹ്മം ദൈവത്തിന് ദൈവിക ഗുണമില്ല എന്ന് തെളിയിക്കുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ക്രിസ്തുമതത്തേക്ക് കടന്നാൽ ഈ നിർഗുണ ബ്രഹ്മം പോലെ തൃത്വവാദം നേരത്തെ ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി. ദൈവത്തിന്റെ ഗുണവിശേഷങ്ങളിൽ നേരത്തെ പല ഗുണങ്ങളും പറയേണ്ടത്, ഞാൻ അങ്ങോട്ട് നീട്ടുന്നില്ല. ആ ക്രിസ്തുമത ദൈവത്തിന്റെ ഗുണവിശേഷങ്ങൾ വരുമ്പോഴും വൈവിധ്യങ്ങളെ അറിയാണ്. എന്താ കാരണം? യേശു ക്രിസ്തു നദീതീരത്തിലൂടെ നടന്നു പോകുമ്പോൾ മാലാഖന്മാർ മുഖേന കിട്ടിയ വിവരങ്ങളാണ് അദ്ദേഹത്തിന്റെ ഈ ബൈബിളിലുള്ളത്. അല്ലാതെ അദ്ദേഹം ഗവേഷണം നടത്തിയതല്ല, പരലോകത്ത് വന്ന വിജ്ഞാനമാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം. ഹിറാ ഗുഹയിലിരിക്കുന്ന മുഹമ്മദ് നബിക്ക് ജിബ്രീൽ എന്ന് പറഞ്ഞ മലക്ക് മുഖേന ദൈവം സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ്. അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടില്ല. അദ്ദേഹത്തിന് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കൊടുത്ത വിവരങ്ങളാണ് ഖുറാനിലുള്ളത് എന്നാണ് അദ്ദേഹത്തിന്റെ മതഗ്രന്ഥത്തിൽ പറയുന്ന അടിസ്ഥാന പ്രമാണം. അപ്പൊ ഇവർക്കൊക്കെ അറിവ് എവിടുന്നാണ് ലഭിക്കുന്നത്? ഏകാന്ത ധ്യാനത്തിൽ. ഏകാന്ത ധ്യാനം ഒരു സ്വകാര്യ മാനസിക പ്രക്രിയയാണ്, ഒരു പൊതു മാനസിക പ്രക്രിയ, സുതാര്യമായ ഒരു മാനസിക പ്രക്രിയയല്ല. ജിബ്രീൽ വന്നു, അദ്ദേഹത്തിനോട് വിവരം കൊടുത്തിരുന്നു വന്നത് അദ്ദേഹം അല്ലാതെ വേറെ ആരും ജിബ്രീലിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ അത് വിശ്വസനീയമാണോ എന്ന കാര്യം വളരെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഘടകമാണ്. ഈ 3 മതങ്ങളുടെ ആചാര്യന്മാരും ദൈവത്തെക്കുറിച്ച് പറഞ്ഞ ആശയങ്ങൾ ഇതാണെങ്കിൽ, ജൈനമതത്തിന്റെ ആചാര്യൻ പറഞ്ഞത് ദൈവമില്ല എന്നാണ്. ദൈവത്തെ നിഷേധിക്കുന്നതാണ് ജൈനമതം. ചാർവാക മതത്തിന്റെ ആചാര്യന്മാർ ദൈവത്തെ നിഷേധിക്കുന്നവരാണ്. ബുദ്ധമതത്തിന്റെ ആചാര്യൻ പറഞ്ഞത് ദൈവമുണ്ടോ എന്നുള്ളത് എനിക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല എന്നാണ്. സന്ദേഹവാദിയാണ് ബുദ്ധൻ. അപ്പം മതങ്ങൾ തന്നെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതിനെ കുറിച്ച് തർക്കവും ഉണ്ട് എന്ന് പറഞ്ഞവർ തർക്കവും ഇന്നും നിലനിൽക്കുകയാണ് നൂറ്റാണ്ടുകളായിട്ടും. എന്തുകൊണ്ടാണ് മതതത്വങ്ങളിൽ ഇത്രമാത്രം വൈരുദ്ധ്യങ്ങൾ കടന്നു വരുന്നത്? എന്തുകൊണ്ടാണ് ശാസ്ത്ര സിദ്ധാന്തങ്ങൾ ഐക്യം, സാർവത്രികമായ ഐക്യം, സാർവജനീനമായ ഐക്യം, കാലികമായ ഐക്യം കടന്നു വരുന്നത്? അത് ശാസ്ത്രീയമാണ്, ഇത് അശാസ്ത്രീയമാണ്. അതുകൊണ്ട് മതസങ്കല്പങ്ങളെ ശാസ്ത്രീയവൽക്കരിക്കാതെ അറിവ് ശരിയാണ് എന്ന് പറയാൻ കഴിയില്ല. മതത്തിന്റെ അറിവ് ശരിയാണെന്ന് സ്ഥിരീകരിക്കാതെ മതപരമായ വിജ്ഞാനത്തെ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ മതത്തിന്റെ കണ്ടുപിടുത്തമായ ദൈവത്തിന്റെ സങ്കല്പം മതപണ്ഡിതന്മാരുടെ മാനസികമായ ഇച്ഛാശക്തിയുടെ ഭാഗമായി രൂപാന്തരപ്പെട്ട പ്രകൃതിയെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. പ്രകൃതിവാദങ്ങൾ, കാര്യകാരണവാദങ്ങൾ, അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് അവർ ഈശ്വരനിലെത്തുന്നത്. ഇത്ര സുന്ദരമായ ഈ 20-ാം നൂറ്റാണ്ടിലെ ഇത്ര സുന്ദരമായ ഒരു പ്രകൃതി തനിയെ ഉണ്ടാകുമോ, അത് യാദൃശ്ചികമായി ഉണ്ടാകുമോ എന്ന് ഒരു മതവിശ്വാസിക്ക് തോന്നിക്കഴിഞ്ഞാൽ അയാൾക്കുള്ള ഉത്തരം അങ്ങനെ ഉണ്ടാവാനിടയില്ല. അതിൻ്റെ പിന്നിൽ അതിബുദ്ധിമാനായ ഒരു ഈശ്വരൻ ഉണ്ടായിരിക്കും. അതുകൊണ്ട് പ്രകൃതിയുടെ ഈ ക്രമീകൃതമായ വ്യവസ്ഥയ്ക്ക് കാരണം ഈശ്വരനാണെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ പിന്നെ ഗവേഷണങ്ങളൊന്നും വേണ്ട. അതോട്ട് അറിവിൻ്റെ ഒരു ആത്യന്തികമായ തത്വശാസ്ത്രമായി. പക്ഷേ ഈ മനുഷ്യൻ മനസ്സിലാകാത്തൊരു കാര്യം, ഈ 20-ാം നൂറ്റാണ്ടിലെ വർത്തമാന പ്രകൃതി തുടങ്ങിയിട്ട് ഈ ഭൂമിയിൽ ഇവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് എത്ര കാലമായി?
ഭൂമിക്ക് 460 കോടി കൊല്ലത്തിന്റെ പഴക്കമുണ്ട്. ഭൂമി വന്നപ്പോൾ അത് കത്തിജ്വലിക്കുന്ന വാതക മണ്ഡലമായിരുന്നു. ആ കത്തിജ്വലിക്കുന്ന വാതകമണ്ഡലം 500 കോടി കൊല്ലങ്ങൾക്കിടയിൽ തണുത്തുറച്ച് 350 കോടി കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവജാലങ്ങളുടെ പ്രാഥമിക രൂപങ്ങൾ പ്രത്യക്ഷപ്പെട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടാണ് വർത്തമാനകാല പ്രകൃതി ഈ രൂപത്തിൽ നിൽക്കുന്നത്. വർത്തമാനകാല പ്രകൃതി ഈ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ സ്വാഭാവികമായും ഇന്നത്തെ അവസ്ഥയിൽ പ്രകൃതിയെ നോക്കി ഇതിൽ അത്ഭുതം തോന്നി എന്ന് പറഞ്ഞാൽ അതിൽ അത്ഭുതമൊന്നുമില്ല. അതിൽ അത്ഭുതം ആർക്കും തോന്നാം. പക്ഷേ പരിണാമപരമായ പ്രകൃതിയുടെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാതെ വർത്തമാനത്തെ നോക്കി അത്ഭുതം കൂറുക എന്ന് പറയുന്നത് മതപണ്ഡിതന്മാരുടെ ഒരു സർവ്വസാധാരണമായ നിലപാടാണ്. ഇതിനെ പ്രകൃതിവാദം എന്നാണ് അവർ പറയുക. ഏത് കാര്യത്തെയും അത്ഭുതപരമായി വ്യാഖ്യാനിക്കും. സത്യമാണ്, എല്ലാത്തിലും അത്ഭുതമുണ്ട്. അത്ഭുതമില്ലാത്ത കാര്യമൊന്നുമില്ല. അത്ഭുതം എന്ന് പറഞ്ഞാൽ തന്നെ അറിവില്ലായ്മയാണ്. നമ്മൾ അറിവില്ലായ്മയ്ക്കാണ് നമ്മൾ അത്ഭുതമെന്ന് പേര് പറയുന്നത്. അപ്പൊ നമുക്ക് അറിവില്ലേ, അവിടെ അത്ഭുതങ്ങൾ രൂപാന്തരപ്പെട്ടു വരും. അപ്പൊ പ്രകൃതിയെക്കുറിച്ചുള്ള അറിവില്ലായ്മ ചൂണ്ടിക്കാണിക്കുന്നത് വർത്തമാനകാലത്തിലെ ഒറ്റ നോട്ടം കൊണ്ടാണ്. നേരെ മറിച്ച് ഒരു പ്രതിഭാസത്തിന്റെ പൂർവ്വകാലം പഠിച്ചാൽ അതിൽ അത്ഭുതം തോന്നുകയില്ല. ആധുനിക കമ്പ്യൂട്ടർ വമ്പിച്ച വിജ്ഞാനശേഷിയുള്ള ഒരു സാധനമാണ് അറിവ് സമ്പാദിക്കാൻ. പക്ഷേ ആ കമ്പ്യൂട്ടർ വന്നിട്ട് ഏകദേശം 140-130 കൊല്ലമായി. ആദ്യത്തെ കമ്പ്യൂട്ടർ വെറും യന്ത്രവൽക്കൃത കമ്പ്യൂട്ടർ, തല്ലിപ്പൊളി കമ്പ്യൂട്ടർ, ഏറ്റവും വലിയ കമ്പ്യൂട്ടറായിരുന്നു. അതിന് പകരം ആധുനിക കമ്പ്യൂട്ടർ, ചെറിയ കമ്പ്യൂട്ടർ, അതീവ ഗുണവിശേഷമുള്ള കമ്പ്യൂട്ടർ. ഈ പുത്തൻ കമ്പ്യൂട്ടറിന് മുന്നിൽ നിന്നിട്ട് കമ്പ്യൂട്ടറിന്റെ പരിണാമ ചരിത്രം പഠിക്കാതെ ഇത് അത്ഭുതകരമാണ്, അതുകൊണ്ട് ഇത് ദൈവികമായ സൃഷ്ടിയാണെന്ന് ഞാൻ പറയാൻ തുടങ്ങിയാൽ അത് എന്തുമാത്രം അത്ഭുതകരമായ ഒരു പ്രസ്താവമാകുമെന്ന് നിങ്ങൾ ആലോചിച്ചാലും ഇത് പ്രകൃതിയിലെ എല്ലാ പ്രതിഭാസങ്ങൾക്കും ഇത് ബാധകമാണ്. ഈ പ്രകൃതിവാദത്തിന്റെ ഫലമായിട്ടാണ് ഈശ്വരനെ കണ്ടെത്തുന്നത്. പിന്നെ എല്ലാത്തിനും ഒരു കാരണം വേണം. എല്ലാത്തിനും ഒരു കാരണം വേണമെങ്കിൽ ഈ പ്രകൃതിക്കും ഒരു കാരണം വേണം. അത് ഈശ്വരനാണെന്ന് പറഞ്ഞാൽ പ്രശ്നം എളുപ്പമായി. അജയ്യനായ നേരത്തെ പറഞ്ഞ ഗുണവിശേഷമുള്ള ഈശ്വരൻ പ്രകൃതിയെ സൃഷ്ടിക്കുന്നു. പക്ഷെ എല്ലാത്തിനും ഒരു കാരണം വേണമെങ്കിൽ ഈശ്വരനും ഒരു കാരണം വേണം എന്ന ഒരാവശ്യം കാര്യകാരണ നിയമം നമ്മെ ശാസിക്കുന്നു. അതോടുകൂടി ഈശ്വരന്റെ സ്ഥാനം ഇല്ലാതാകുന്നു. അങ്ങനെയാണെങ്കിൽ ഈശ്വരന്റെ അച്ഛനൊരാളുണ്ടാവും, മുത്തച്ഛനൊരാളുണ്ടാവും, പൂർവികനായ വേറെ കഴിവുണ്ടാവും. അങ്ങനെ ആ കാര്യകാരണവാദം വളരെ വികലമായ ഒരു ദൂഷിത വലയത്തിൽ ചെന്നവസാനിക്കും. അതുകൊണ്ട് വേഗം ആ കാര്യകാരണവാദം പിൻവലിക്കുന്നു. ഇങ്ങനെയാണ് മനുഷ്യർ, ഈ പ്രകൃതി പ്രതിഭാസങ്ങളെ പഠിക്കുന്ന മനുഷ്യൻ ലളിത വ്യാഖ്യാനങ്ങളുടെ ഈശ്വരനിൽ എത്തിച്ചേരുന്നത്. അങ്ങനെയാണ് മതങ്ങളും മറ്റും രൂപാന്തരപ്പെടുന്നത്. ഇത്രയാണ് ഈ സമയമായി. ഞാൻ ഇതിൻ്റെ വിഷയത്തിൻ്റെ ഒരു ഭാഗ്യമാവുന്നുള്ളൂ, ഒരു അവതരണയായിട്ടുള്ളൂ. എൻ്റെ വിഷയത്തിൻ്റെ അവതരണയായിട്ടുള്ളൂ. പക്ഷേ സമയത്തിൻ്റെ നിബന്ധനയുള്ളതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. ഇനി മറ്റേ എൻ്റെ സുഹൃത്ത് സംസാരിക്കും. അതിനുശേഷം ഞങ്ങൾക്ക് രണ്ടാക്കും മറുപടിയുണ്ട്. അന്നേരം കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ഒന്നുകൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഉപസംഹരിക്കും. അടുത്തതായി MM അക്ബർ വിഷയം അവതരിപ്പിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبح اسم ربك الأعلى الذي خلق فسوى والذي قدر فهدى. ബഹുമാനനായ കലാനാഥൻ മാഷ്, പ്രിയപ്പെട്ട അധ്യക്ഷൻ, സഹോദരന്മാർ, ദൈവം സത്യമോ മിഥ്യയോ എന്നതാണ് വിഷയം. അഭിഷേകമായി വളരെ സമർത്ഥമായി യുക്തിവാദ വീക്ഷണം ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ദൈവ സങ്കല്പത്തെക്കുറിച്ച് അദ്ദേഹം മുന്നോട്ട് വച്ച വീക്ഷണങ്ങളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്. ആ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കേണ്ടത് അടുത്ത സെഷനിലാണ്. അതങ്ങോട്ട് നീട്ടിവെക്കുകയാണ്. ഇപ്പോൾ എനിക്ക് വിഷയം അവതരിപ്പിക്കുവാനുള്ള അവസരമാണ്. വിഷയം അവതരിപ്പിക്കട്ടെ. ദൈവം സത്യമോ മിഥ്യയോ എന്നതാണ് വിഷയം. ഞാൻ ആരംഭിക്കുന്നത് സർവശക്തനായ തമ്പുരാൻ, സ്രഷ്ടാവും പരിപാലകനുമായ തമ്പുരാൻ ഇസ്ലാമികമായ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന അല്ലാഹു, അവൻ സത്യമാണോ മിഥ്യയാണോ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പടച്ച തമ്പുരാനെ പരിചയപ്പെടുത്തുന്നത് ഒരുപാട് ഗുണവിശേഷണങ്ങളിലൂടെയാണ്.
ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഉള്ള ഗുണവിശേഷണങ്ങളുണ്ട്. അതിൽ തന്നെ ഇസ്ലാം അംഗീകരിക്കാത്ത ഗുണവിശേഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഇസ്ലാം അംഗീകരിക്കുന്ന ഗുണവിശേഷങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ വിമർശനാത്മക വിശകലനത്തിന് ഇൻഷാ അല്ലാഹ് അടുത്ത സെഷനിൽ നമുക്ക് മറുപടി കണ്ടെത്താം. ഞാൻ ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് ബഹുമാന്യനായ കലാനാഥൻ മാസ്റ്ററുടെ തന്നെ പത്രാധിപത്യത്തിൽ ഇറങ്ങുന്ന യുക്തി രേഖയിൽ നിന്നാണ്. അദ്ദേഹത്തിൻ്റെ തന്നെ ചോദ്യോത്തര പങ്ക്തിയിൽ 2003 ജൂൺ മാസത്തിലെ യുക്തിരേഖയിൽ നിന്ന് ഞാൻ തുടങ്ങട്ടെ. അതിനാൽ പ്രപഞ്ചദ്രവ്യം എന്നും ഉണ്ടായിരുന്നു, എന്നും ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നത് ശാസ്ത്ര തത്വമാണ്. ആപേക്ഷിക തത്വം ഇതിന് ശക്തി പകരുന്നു. ഇത് ശരിയെങ്കിൽ സൃഷ്ടികർമ്മം നടത്തേണ്ടതിന് ഒരു കാല സമയം ഇല്ലല്ലോ. അതിനാൽ ഈശ്വര സൃഷ്ടിവാദം നിരർത്ഥമാണ്. ഈശ്വരന്റെ സേവയില്ലാതെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടത്. പ്രപഞ്ചത്തിലെ എല്ലാ പ്രതിഭാസങ്ങളെയും ശാസ്ത്രീയമായി മനസ്സിലാക്കാനാകും. അങ്ങനെ മനസ്സിലാക്കാനായ എല്ലാ പ്രതിഭാസങ്ങളും ഭൗതിക കാരണങ്ങളാലാണ് നിലനിൽക്കുന്നത്. ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞ കാര്യമാണ്, സൃഷ്ടി എന്നുള്ള ആശയത്തെയാണ് വളരെ ശക്തമായി ബഹുമാന്യനായ കലാനാഥൻ മാസ്റ്റർ എതിർക്കുന്നത്. പക്ഷേ ഈശ്വരനെ ഇപ്പോൾ നിഷേധിക്കുവാൻ വേണ്ടി എഴുന്നേറ്റ് നിന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ യുക്തിവാദപരമായ കൃത്യമായ വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചപ്പോൾ സട്ടാവ് എന്ന സർവശക്തനായ തമ്പുരാന്റെ ഗുണത്തെ അറിഞ്ഞോ അറിയാതെയോ അദ്ദേഹം വളരെ സമർത്ഥമായി ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. അതിന് കാരണം നമുക്ക് മനസ്സിലാകും. ഇത് മുൻപ് മുതൽക്കേ ഭൗതികവാദികൾ തുടർന്നു പോരുന്ന ഒരു പരിപാടിയാണ്. അഥവാ ഇവിടെ സൃഷ്ടി നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ സ്രഷ്ടാവിൻ്റെ ആവശ്യമില്ല എന്നുള്ള സിദ്ധാന്തം. ഇത് എൻ്റെ കയ്യിലുള്ളത് വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന ഡോക്ടർ എം പി പരമേശ്വരന്റെ പുസ്തകമാണ്, പഴയ പുസ്തകമാണ്. അതിൽ അദ്ദേഹം വളരെ വിശദമായി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല. ആ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പ്രപഞ്ചത്തിനൊരു സൃഷ്ടാവ് ആവശ്യമില്ല. പ്രപഞ്ചം ഉണ്ടായി എന്ന് ആരെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും അടുത്ത ചോദ്യം വരും, അത് അതിന്റെ സൃഷ്ടാവ് ആരാണ് എന്നതാണ്. അതുകൊണ്ട് തന്നെ പ്രപഞ്ചം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സൃഷ്ടാവിന്റെ ആവശ്യമില്ല എന്നാണ് അദ്ദേഹം ഇതിൽ സ്ഥാപിക്കുന്നത്. ന്യൂട്ടോണിയൻ ഭൗതികത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ടുള്ള ജ്ഞാനശാസ്ത്രത്തിൽ നിന്നുകൊണ്ട് ഡോക്ടർ എം പി പരമേശ്വരൻ സാറും അതേപോലെ തന്നെ കലാനാഥൻ മാസ്റ്ററും എല്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ശാസ്ത്രം ഇന്ന് അതിദ്രുതഗതിയിൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സൃഷ്ടാവ് എന്ന ഒന്നുണ്ടോ ഇല്ലേ? സൃഷ്ടാവ് അനിവാര്യമാണോ അല്ലേ? സൃഷ്ടി നടന്നിട്ടുണ്ടോ ഇല്ലേ? അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണത്. പരിശുദ്ധ ഖുർആൻ സർവേശ്വരനായ തമ്പുരാനെ പരിചയപ്പെടുത്തുമ്പോൾ ഒന്നാമതായി പറയുന്നത് അവൻ സൃഷ്ടാവാണ് എന്നതാണ്. സബ്ബി ഇസ്മ റബ്ബിക്കൽ അഅല അല്ലദീ ഖലഖ ഫസവ്വ. സൃഷ്ടികർത്താവായ നിന്റെ നാഥന്റെ നീ പ്രകീർത്തിക്കുക. അവൻ സൃഷ്ടാവാണ്, അതോടൊപ്പം തന്നെ സംവിധായകരാണ്. ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് സൃഷ്ടാവാണ്. ഈ വിശ്വപ്രപഞ്ചം അത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ന് അതിനൊരു തുടക്കമുണ്ടായിരുന്നു എന്ന കാര്യത്തിൽ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ അഭിപ്രായാന്തരമൊന്നുമില്ല. 3 തത്വങ്ങൾ ഈ രംഗത്തുണ്ട് എന്നത് ശരി തന്നെ. ബിഗ് ബാങ് തിയറിയുണ്ട്, സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുണ്ട്, സ്ട്രിംഗ് തിയറിയെ പോലെയുള്ള ബിഗ് ബാങ്ങിന്റെ തന്നെ വിശദീകരണങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായി ഇന്ന് ശാസ്ത്രലോകം 3 ഡിഗ്രി കെൽവിൻ റേഡിയേഷൻ കൂടി കണ്ടെത്തി കഴിഞ്ഞതോടുകൂടി ശാസ്ത്രലോകം പൊതുവായി അംഗീകരിച്ചു വരുന്ന തത്വമാണ് സൃഷ്ടി നടന്നിട്ടുണ്ട്, അഥവാ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്നത്. അപ്പോൾ പ്രപഞ്ച തുടക്കത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടി വരും. വളരെ വിശദമായ വിഷയമാണ്. ഞാൻ വിശദീകരണങ്ങളിലേക്ക് കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല, സമയം വളരെ പരിമിതമാണല്ലോ. യഥാർത്ഥത്തിൽ സൃഷ്ടി നടന്നിട്ടുണ്ടോ ഇല്ലയോ? സൃഷ്ടി പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ടോ? പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്ന് അംഗീകരിച്ച് കഴിഞ്ഞാൽ സൃഷ്ടാവുണ്ട് എന്ന് അംഗീകരിക്കേണ്ടി വരുമെന്നത് ഭൗതികവാദത്തിന്റെ ഇന്നലകളിലെ നിലപാടാണ്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്തെല്ലാം അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വരുത്തി തീർക്കുവാൻ വേണ്ടി ഭൗതികവാദികൾ കിണഞ്ഞു പരിശ്രമിച്ചിട്ടുണ്ട്. 1929
എഡ്വിൻ പി ഹബിൾ ഈ പ്രപഞ്ചം വികസിക്കുന്നു എന്ന തത്വവുമായി കടന്നു വന്നപ്പോൾ സ്വാഭാവികമായും അതിന്റെ പരിണതിയായിരുന്നു ഈ പ്രപഞ്ചം ഒരു ഏകതയിൽ ഇതാണ് ഉണ്ടായിട്ടുള്ളത് എന്നത്. ബിഗ് ബാങ് തിയറി അങ്ങനെയാണ് എഡ്വേർഡ് ലെയ്മാട്രെ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ രൂപകൽപ്പന നൽകുന്നത്. അന്നു മുതൽക്ക് തന്നെ തീർച്ചയായും ഈ പ്രപഞ്ചം ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സ്ഥലവും കാലവുമെല്ലാം അനന്തമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ അവിടെ ഒരു ബിഗ് ബാങ് വൈചിത്ര്യമായിരിക്കും, ബിഗ് ബാങ് സിംഗുലാരിറ്റി ആയിരിക്കും നിലനിൽക്കുക എന്നും ഇന്നത്തെ പദാർത്ഥപരമായ നിയമങ്ങളൊന്നും അവിടെ ബാധകമാവുകയില്ല എന്നുമുള്ളത് വളരെ കൃത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്ന നിയമങ്ങൾ ഒരിക്കലും ബാധകമാകുവാനിടയില്ലാത്ത ഒരു കാലഘട്ടം കടന്നു പോയിട്ടുണ്ട്. ആ കാലത്തിൽ നിന്ന് ഈ പ്രപഞ്ചം രൂപത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പ്രപഞ്ചത്തിന്റെ പ്രായത്തെക്കുറിച്ച് ഇന്ന് ബിഗ് ബാങ്ങിനെ കുറിച്ച് സംസാരിക്കുന്ന ശാസ്ത്രജ്ഞന്മാർ കൃത്യമായി നമ്മളോട് സംസാരിക്കും. ഹിസ്റ്ററി ഓഫ് ടൈം ഫ്രം ബിഗ് ബാങ് ടു ബ്ലാക്ക് ഹോൾസ് എന്ന പുസ്തകം സ്റ്റീഫൻ ഹോക്കിങ്ങിന്റെ അതിന്റെ കൈവശമുണ്ട്. വളരെ താത്വികമായ പഠനമാണ്, ഞാനത് ഇവിടെ ഉദ്ധരിക്കുന്നില്ല. എന്നാൽ ഇവിടെ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ച് കേരളത്തിൽ ഏറ്റവും അധികം പഠിച്ചിട്ടുള്ള കൊച്ചി സാങ്കേതിക സർവകലാശാലയുടെ ഇന്നത്തെ വൈസ് ചാൻസലർ നമ്മുടെ ഡോക്ടർ ബാബു ജോസഫ്, അദ്ദേഹം എഴുതിയ ഇപ്പൊ അടുത്ത് കഴിഞ്ഞ ലക്കം മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ സെപ്റ്റംബർ 26 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ എഴുതിയ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ കുറിച്ചുള്ള ലേഖനമുണ്ട്. ആ ലേഖനത്തിൽ വളരെ കൃത്യമായി പറയുന്ന ചില വസ്തുതകളുണ്ട്. എന്താണ് ഈ പ്രപഞ്ചത്തിന് തുടക്കമുണ്ട് എന്നും അത് 10 അഥവാ 1000 കോടി വർഷങ്ങൾക്ക് മുൻപാണ് ഈ പ്രപഞ്ചം ഉണ്ടായിട്ടുള്ളത് എന്നുമുള്ള വസ്തുതകൾ അദ്ദേഹം വളരെ കൃത്യമായി ഇതിൽ സംസാരിക്കുന്നുണ്ട്. ഞാനിവിടെ പറയുന്നത് തീർച്ചയായും ഈ പ്രപഞ്ചം, ഇന്ന് നമ്മൾ കാണുന്ന പ്രപഞ്ചം ഒരു തുടക്കമുണ്ടായിട്ടുണ്ട്. ആ തുടക്കത്തിന് മുൻപ് എന്താണ്? സ്ഥലത്തിന്റെയും കാലത്തിന്റെയും സമ്യക്കായ വിതരണത്തിൽ വിശ്വസിച്ചുകൊണ്ട് സ്ഥലകാല നൈരന്തര്യത്തിൻ്റെതായ 4 ഡയമെൻഷനൽ സ്പേസ് എന്ന മാന സ്പേസ് എന്ന ആധുനിക സങ്കല്പം, ആധുനിക പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ സങ്കല്പം തികച്ചും വിശദീകരിക്കുവാൻ സാധ്യമല്ലാത്തൊരു കാലം. ആ കാലത്തെ കുറിച്ചാണ്, ആ ബിഗ് ബാങ്ങിന് മുമ്പത്തെ അവസ്ഥയെക്കുറിച്ചാണ്, അതിനെക്കുറിച്ച് നമുക്കൊന്നും പഠിക്കാൻ, ഒന്നും അറിയാൻ, ഒന്നും മനസ്സിലാക്കുവാൻ സാധ്യമല്ല എന്ന് ശാസ്ത്രകാരന്മാർ പറയുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത് ഈ പ്രപഞ്ചത്തിന് ഒരു തുടക്കമുണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായും തുടക്കക്കാരനെ പറയേണ്ടി വരും, അതുകൊണ്ട് അത് നിഷേധിക്കേണ്ടി വരും. അതാണ് ഭൗതികവാദികളുടെ നിലപാട്. മുൻപും അത് തന്നെയായിരുന്നു നിലപാട്. ബിഗ് ബാങ് തിയറി വന്നപ്പോ ഉടനെ തന്നെ ബ്രിട്ടീഷ് അസ്ട്രോഫിസിസ്റ്റായ ഭൗതികവാദി ഫ്രെഡ് ഹോയിൽ തന്റെ സ്നേഹിതന്മാരായ തോമസ് ഗോൾഡിനെ പോലെയുള്ള ആളുകളോടൊപ്പം കൂടി രൂപവൽക്കരിച്ച സിദ്ധാന്തമാണ് സ്റ്റഡി സ്റ്റേറ്റ് തിയറി. ആ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ഇന്നും ബിഗ് ബാങ്ങിന് പകരമൊന്നുമില്ലാത്തത് കൊണ്ട് ഭൗതികവാദികൾ എടുത്തുദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. സ്റ്റഡി സ്റ്റേറ്റ് തിയറിയുടെ പിതാവായിരുന്ന ഫ്രെഡ് ഹോയിൽ, അദ്ദേഹം 2001 മരണപ്പെട്ടു. അദ്ദേഹം 1989 ഈ സ്റ്റഡി സ്റ്റേറ്റ് തിയറി വലിച്ചെറിഞ്ഞ് ബിഗ് ബാങ് തിയറി മാത്രമേ ഇന്നത്തെ പ്രപഞ്ചത്തെ വിശദീകരിക്കുവാൻ സാധ്യമാകൂ എന്ന് പറഞ്ഞ് അതിനെ പുണർന്ന സംഭവം പലപ്പോഴും ഭൗതികവാദികൾക്ക് കാമ്യമല്ലാത്ത കാര്യമാണ്. അതിന് കാരണമുണ്ട്. തീർച്ചയായും ഭൗതികവാദികൾ മുൻപേ സൂചിപ്പിച്ചതുപോലെ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട് എന്ന് പറഞ്ഞാൽ അതിനൊരു സൃഷ്ടാവിനെ സങ്കല്പിക്കേണ്ടി വരും. സൃഷ്ടി നടന്നിട്ടുണ്ട് എന്ന് വരും. ഇവിടെ വളരെ വിശദമായി ഈ പ്രപഞ്ചത്തിന്റെ ആദിമ ഭ്രൂണാവസ്ഥയെക്കുറിച്ച്, ആദിമ ഭ്രൂണാവസ്ഥയിലെ നിയമങ്ങളെക്കുറിച്ച്, അന്നത്തെ സ്ഥലകാലത്തിന്റെ വളവിനെ കുറിച്ച്, അതേപോലെ തന്നെ അനന്തതയെക്കുറിച്ച് എല്ലാമുള്ള കാര്യങ്ങൾ ഈ ബഹുമാന്യനായ കലാനാഥൻ മാസ്റ്റർ ഇവിടെ പറഞ്ഞ ജ്ഞാന സിദ്ധാന്തങ്ങളുടെ മുഴുവനും അടിവേരറുക്കുന്നതാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിലേക്ക് നമുക്ക് പിന്നീട് കടന്നു വരാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ ഒന്നാമതായി പരിശുദ്ധ ഖുർആൻ സ്രഷ്ടാവിനെ പരിചയപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ സൃഷ്ടിയെക്കുറിച്ച്, സ്രഷ്ടാവിനെ കുറിച്ച് പറയുമ്പോൾ ആ സ്രഷ്ടാവ് സകലതും സംവിധാനിച്ചവനാണ് എന്നാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ശാസ്ത്രീയമായ വിശകലനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ ചുറ്റുമുള്ള സകല പ്രതിഭാസങ്ങളിലും കൃത്യമായൊരു സംവിധാനം നമുക്ക് കാണാൻ കഴിയുകയാണ്. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെയുള്ള ഓരോ കാര്യങ്ങളിലും വ്യക്തമായ ഒരു സംവിധാനം നമുക്ക് കൃത്യമായി നിരീക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ളതൊരു വസ്തുതയാണ്. ഏത് കാര്യങ്ങൾ എടുത്തു നോക്കുക, നമ്മുടെ ആവാസ പ്രദേശമായ ഈ ഭൂമിയെടുത്ത് നാം പരിശോധിച്ചു നോക്കുക. ഈ ഭൂമിയിൽ നാം സർവശക്തനായ തമ്പുരാൻ നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുള്ള
വ്യവസ്ഥകൾ അത് വളരെ യാദൃച്ഛികമായി ഉണ്ടാവുക സാധ്യമാണോ? അടിസ്ഥാനപരമായ ചോദ്യം അതാണ്. യാദൃച്ഛികമായി ഉണ്ടാവുക സാധ്യമാണോ? സട്ടാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ അത് നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ അറിവിന് അതീതമാണ് എന്ന വാദത്തിന് വേണ്ടി സമ്മതിച്ചാൽ തന്നെ ഈ പ്രാകൃതിക പ്രതിഭാസങ്ങൾ അത് നമ്മുടെ ചിന്തക്ക് അതീതമല്ലല്ലോ. തീർച്ചയായും നമ്മൾ പരിശോധിച്ചു നോക്കുക, ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ രീതിയിലുള്ള സംവിധാനങ്ങൾ ഇന്നുവരെ അറിയപ്പെട്ടതിൽ 125 ബില്യൺ ഗാലക്സികളാണ് ഇന്നുവരെ നമ്പർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 125 ബില്യൺ ഗാലക്സികൾ അഥവാ 12,500 കോടി ഗാലക്സികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഈ 12,500 കോടി ഗാലക്സികളിൽ ഒരു ഗാലക്സിയാണ് നമ്മുടെ മിൽക്കി വേ എന്ന് പറയുന്ന ഗാലക്സി. ആ മിൽക്കി വേ എന്ന ഗാലക്സിയിൽ ഇന്നുവരെ നമ്പർ ചെയ്യപ്പെട്ടിട്ടുള്ളത് 400 ബില്യൺ നക്ഷത്രങ്ങളാണ്, അഥവാ 40,000 കോടി നക്ഷത്രങ്ങൾ എന്നർത്ഥം. ആ 40,000 കോടി നക്ഷത്രങ്ങളിൽ ഒന്നായി വേറിട്ട് നിൽക്കുകയാണ് നമ്മുടെ സൂര്യൻ. ആ സൂര്യൻ നമ്മിൽ നിന്ന് ഉള്ള അകലം മുതൽക്ക് ഓരോ കാര്യങ്ങളിലും കൃത്യമായ ഒരാസൂത്രണം നമുക്ക് കാണാൻ സാധിക്കുകയാണ്. ആസൂത്രണമില്ലാതെ ഒരിക്കലും ഈ ഭൂമിയിൽ ജീവൻ ആവിർഭവിക്കുവാൻ പറ്റിയ രീതിയിൽ തന്നെ കൃത്യമായ ആസൂത്രണം നമുക്ക് അവിടെയെല്ലാം വ്യക്തമായി കാണാൻ സാധിക്കുന്നു. ഈ ഭൂമി സൂര്യനെ നമ്മൾ എടുക്കുക, സൂര്യൻ എന്നുള്ള ആ മഹാപ്രതിഭാസം ഭൂമിയിൽ നിന്ന് 14 കോടിയോളം കിലോമീറ്റർ, 14.9708 കോടി കിലോമീറ്റർ ദൂരെ നിൽക്കുന്ന സൂര്യൻ എന്ന് പറയുന്ന പ്രതിഭാസം, ആ സൂര്യനിൽ നിന്നുള്ള ഊർജം ഉൾക്കൊണ്ടുകൊണ്ട്, ഊർജം സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുന്ന 9 അതിലധികമോ വരുന്ന പ്ലാനറ്റ്സ്, നമ്മുടെ ഗ്രഹങ്ങൾ, ആ ഗ്രഹങ്ങളിൽ ഒരെണ്ണമായ ഭൂമി, ആ ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം മുതൽ നമ്മൾ ആലോചിച്ച് നോക്കുക. ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്ന പരിക്രമണത്തിന്റെ വ്യവസ്ഥ മുതൽ 1,08,000 കിലോമീറ്റർ പെർ ഹവർ എന്ന, ഒരു മണിക്കൂറിൽ 1,08,000 കിലോമീറ്റർ എന്ന വേഗതയിൽ, വെലോസിറ്റിയിൽ സൂര്യന് ചുറ്റും ഭൂമി ചലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ വേഗത വളരെ കൃത്യമായൊരു ദൂരത്ത് ഭൂമിയെ പിടിച്ചു നിർത്തുകയാണ്. ആ ഭൂമി ആ ദൂരത്തിലല്ലായിരുന്നുവെങ്കിൽ ഒരിക്കലും ഭൂമിയിൽ ജീവൻ ഉണ്ടാവുകയില്ല. ആ കൃത്യമായ ദൂരത്ത് ഭൂമിയെ പിടിച്ചു നിർത്തുന്നു. മാത്രമോ ഭൂമിയുടെ ചെരിവ് 23 ഡിഗ്രി 27 സെക്കൻഡ് ചെരിവ്. ആ ചെരിവ് വളരെ കൃത്യമാണ്. ആ ചെരിവില്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. ഇങ്ങനെ ഭൂമിയിൽ ഓരോ കാര്യങ്ങളും, ഭൂമിക്കുള്ള പ്രത്യേകമായ അന്തരീക്ഷം, ആ അന്തരീക്ഷത്തിലെ ഘടകങ്ങൾ, അന്തരീക്ഷത്തെ 4 തട്ടുകളായി തിരിച്ചുകൊണ്ട് പഠിക്കുന്നുണ്ടല്ലോ. സ്ട്രാറ്റോസ്ഫിയർ തുടങ്ങിയ അയണോസ്ഫിയർ വരെയുള്ള തട്ടുകളും അതേപോലെ തന്നെ വാലനാലൻ ബെൽറ്റ് പോലെയുള്ള അതിനപ്പുറത്തുള്ള ബെൽറ്റുകളുമെല്ലാം തുടങ്ങുന്ന കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കുന്നത്, ഇതെല്ലാം തന്നെ ഭൂമിയിൽ പ്രത്യേകമായി ജീവൻ നിലനിർത്തുവാൻ തക്ക രീതിയിൽ തന്നെ പ്ലാൻ ചെയ്ത് നടപ്പാക്കപ്പെട്ട രൂപത്തിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമുക്ക് മുകളിൽ നിലനിൽക്കുന്ന ഓസോൺ പാളി, ആ ഓസോൺ പാളി ഇല്ലായിരുന്നുവെങ്കിൽ ഭൂമിയിൽ ജീവൻ അസാധ്യമാകുമായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള ഓക്സിജന്റെ അളവ്, അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്, 78% വരും. ഓക്സിജൻ 21%, ബാക്കിയെല്ലാം വാതകങ്ങൾ കൂടി 1% മാത്രമേ വരൂ. ഇങ്ങനെ 21% ഓക്സിജൻ നൈട്രജനുമായി പ്രത്യേകമായ രൂപത്തിൽ നമ്മുടെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നു. ഈ ഓക്സിജന്റെ അളവ് ഒരല്പം വർദ്ധിച്ചു എന്ന് വിചാരിക്കുക. ഒരല്പം വർദ്ധിച്ചിരുന്നുവെങ്കിൽ ഇവിടെ എന്നും തീപിടുത്തം തന്നെയായിരിക്കും. തീപിടുത്തത്തെ സഹായിക്കുന്നതാണ് ഓക്സിജന്റെ പ്രവർത്തനം. ഓക്സിജന്റെ അളവ് ഒരല്പം കുറഞ്ഞിരുന്നുവെങ്കിലോ ഇവിടെ ജീവജാലങ്ങൾ സാധ്യമാകാത്ത അവസ്ഥാവിശേഷം സംജാതമാകുമായിരുന്നു. കൃത്യമായി എത്ര ശതമാനം ഓക്സിജൻ വേണം, എത്ര ശതമാനം നൈട്രജൻ വേണം, എത്ര ശതമാനം ഇന്നത് വേണം എന്ന് കൃത്യമായി ഭൂമിയിലേക്ക് വേണ്ടി തന്നെ കൃത്യമായി കണക്കാക്കിയ രൂപത്തിൽ ഭൂമിയിലെ സംവിധാനങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. ഓരോ കാര്യത്തിലും കൃത്യമായ ഒരു സംവിധാനം നമുക്ക് അനുഭവവേദ്യമാവുകയാണ്. ഓരോ കാര്യങ്ങളിലുമുള്ള സംവിധാനം, ഈ സംവിധാനത്തിന് പിന്നിലുള്ള നിയാമകനായിക്കൊണ്ടാണ് സർവേശ്വരനായ തമ്പുരാനെ പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. അവൻ സ്രഷ്ടാവാണ്, അതോടൊപ്പം തന്നെ സംവിധായകനാണ്, അതോടൊപ്പം തന്നെ അവൻ മാർഗദർശിയാണ്, അതോടൊപ്പം തന്നെ കൃത്യമായി കണക്കുകൂട്ടി കാര്യങ്ങൾ നിശ്ചയിച്ചിട്ടുള്ള ആളുപാട്. ഇങ്ങനെ ഓരോ കാര്യങ്ങളും എടുത്ത് പറയുമ്പോൾ സട്ടാവായ തമ്പുരാനെ കുറിച്ച് പഠിക്കാൻ, മനസ്സിലാക്കുവാൻ, അറിയാൻ, അവനോട് പ്രകൃതിയെ, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കുവാനുമാണ് പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്തത്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ ജിബാലി കൈഫ നുസിബത് വഇലൽ അർളി കൈഫ സുതിഹത്. അവർ ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത്? അവർ ഉപരിലോക
ലോകത്തേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് ഉയർത്തപ്പെട്ടിട്ടുള്ളത് യത്. അവർ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് വിധാനിക്കപ്പെട്ടിട്ടുള്ളത് യത്. അവർ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലേ, അതെങ്ങനെയാണ് നാട്ടി നിർത്തപ്പെട്ടിട്ടുള്ളത് യത്. ഈ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളുടെ നിലനിൽപ്പിന് പിന്നിലുള്ള സംവിധായകൻ അറിയാൻ ആണ് പരിശുദ്ധ ഖുർആന്റെ ആഹ്വാനം. അതുകൊണ്ട് തന്നെ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ കുറിച്ച് പഠിക്കാനാണ് ഖുർആൻ പറഞ്ഞത്. ശാസ്ത്രത്തിന്റെ അറിവിന്റെ മുന്നിൽ പരിശുദ്ധ ഖുർആൻ ഒരിക്കലും കൂച്ചുവിലങ്ങട്ട് നിലനിന്നിട്ടേയില്ല ചരിത്രത്തിൽ എന്നുള്ളതാണ് വസ്തുത. അറിവ് നേടുവാൻ പരിശുദ്ധ ഖുർആൻ ആഹ്വാനം ചെയ്യുകയാണ് മനുഷ്യരെ. പക്ഷേ ആ അറിവ് കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരുന്ന യാഥാർത്ഥ്യങ്ങളോട് സംവദിക്കുവാൻ കഴിയണം. ഒരു മുൻധാരണയോടുകൂടി സട്ടാബദ്ധമില്ല എന്ന് വിചാരിക്കുകയും അതിനനുസൃതമായ അറിവിനെ കേന്ദ്രീകരിക്കുകയും ചെയ്യുക എന്നതല്ല പരിശുദ്ധ ഖുർആൻ പറയുന്ന രീതി. അത് ഞാൻ പറയാൻ പ്രത്യേക കാരണമുണ്ട്. ഈ ഭൂമിയിൽ ജീവൻ നിലനിൽപ്പിനെ കുറിച്ച് ഞാനിവിടെ പറഞ്ഞു. ജീവൻ ഭൂമിയിൽ പടച്ച തമ്പുരാന്റെ പ്രത്യേകമായ പ്ലാനിങ്ങിന്റെ ഭാഗമായി കടന്നു വന്നതാണ് എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായും ഭൗതികവാദികൾ ചിലപ്പോൾ ഊറിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യമായ സംവിധാനങ്ങൾ സർവേശ്വരനായ തമ്പുരാന്റെ കൃത്യമായ കണക്കുകൾക്ക് വിധേയമായി കൊണ്ട് നിലവിൽ വന്നതാണ് എന്നുള്ള വസ്തുത ഇന്ന് ശാസ്ത്രലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലകളിൽ നമുക്കറിയാം, എന്തെങ്കിലും ചെറിയൊരു കണ്ടുപിടുത്തം നടക്കുമ്പോഴേക്ക് ഇതാ ഇവിടെ ദൈവം മരിച്ചുപോയിരിക്കുന്നു എന്ന് പറയാൻ സന്നദ്ധമായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട് ചില പരാമർശങ്ങൾ വായിക്കുമ്പോൾ. ഇത് ഡോക്ടർ എം പി പരമേശ്വരൻ സാറുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 13-ാമത്തെ പുറത്തിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായി നാം വായിക്കുക. പക്ഷേ എന്തുകൊണ്ടോ ജീവൻ എന്ന പ്രതിഭാസത്തെ ഈശ്വരന്റെ മുഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ മനുഷ്യനേറെ വിഷമിക്കേണ്ടി വന്നു. തികച്ചും അചേതനമായ വസ്തുക്കളിൽ നിന്ന് തുടങ്ങി സചേതനങ്ങളായ ജീവനുള്ള വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ട ഈ 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പോലും ഹർഗോവിന്ദ് ഖൊറാനക്ക് നോബൽ സമ്മാനം ലഭിച്ചത് ഇക്കാര്യത്തിലാണ്. ഇത് അംഗീകരിക്കുവാൻ മടിക്കുന്നവർ അനേകമാണ്. അഥവാ തികച്ചും അചേതനമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ട 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പോലും എന്ന് എഴുതുന്നത് ഡോക്ടർ എം പി പരമേശ്വരൻ മാർസിയൻ വീക്ഷണത്തിൽ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചരിത്രത്തെയും എല്ലാം വ്യാഖ്യാനിക്കുന്ന ഫിസിക്സിൽ ഡോക്ടറേറ്റ് ഉള്ള അദ്ദേഹം ഇത് എഴുതുന്നത് 1986 അതും 7th റീപ്രിന്റ് ആണ്. അഥവാ ഇതിന്റെ 7ാമത്തെ പതിപ്പാണ്. വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദ പുസ്തകത്തിന്റെ 7ാമത്തെ പതിപ്പ്. അതിനു മുൻപുള്ള പതിപ്പുകളിലെല്ലാം എഴുതിയത് ഇതിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. അഥവാ ജീവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് അതിൽ വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ്. വിശദീകരണം ആവശ്യമില്ല. അതേസമയം ഇതേ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എം പി പരമേശ്വരന്റെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഒരല്പം വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയപ്പോ അദ്ദേഹത്തിന് തന്നെ 43-ാമത്തെ പേജിൽ, അഥവാ ഇത് പുറത്തിറങ്ങുന്നത് ഏപ്രിൽ 1989 ഏപ്രിൽ 1989 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. നമ്മൾ വായിക്കുക, തികച്ചും അചേതനങ്ങളായ രാസയൗഗികങ്ങളിൽ നിന്ന് ആരംഭിച്ച് DNA-യുടെ ഒരു ഭാഗം ജീൻ സംശ്ലേഷിപ്പിക്കുവാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഹർഗോവിന്ദ് ഖൊറാന എന്ന ഭാരതീയനായ അമേരിക്കൻ ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിച്ചത് അതിലാണ്. ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം മനുഷ്യന്റെ പരീക്ഷണ നാളെയിൽ ഇന്നല്ലെങ്കിൽ നാളെ സൃഷ്ടിക്കപ്പെടുമെന്ന് ന്യായമായും നമുക്ക് പ്രതീക്ഷിക്കാം. 1989 ആയപ്പോഴേക്ക് പ്രതീക്ഷ മാത്രമായി മാറി. ഇത് ആണ് ശാസ്ത്രരംഗത്തെ കണ്ടുപിടുത്തങ്ങളോടുള്ള നിലപാട്. അഥവാ എന്തെങ്കിലും ഒന്ന് നടക്കുമ്പോൾ ഇതാ ലോകം മുഴുവനും കീഴ്മേൽ മറിയുന്നു എന്ന് പ്രചരിപ്പിക്കുക. ദൈവത്തെ വിശ്വാസത്തിനെതിരെ എന്തെങ്കിലും മാർഗങ്ങൾ ലഭിക്കുമെങ്കിൽ അതെല്ലാം എടുത്ത് ഉപയോഗിക്കുക. അതിന് വേറെ നിയതമായ കാരണങ്ങളുണ്ട്, പ്രത്യയശാസ്ത്രപരമായ കാരണങ്ങളുണ്ട്. അങ്ങോട്ട് നമുക്ക് പിന്നീട് കടന്നു വരാവുന്നതാണ്. ഞാനിവിടെ സൂചിപ്പിക്കുന്നത് ജീവൻ എന്ന പ്രതിഭാസം അത് എത്രത്തോളം സങ്കീർണമാണ് എന്നുള്ളതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ കേവലമായ പരിണാമവാദത്തിന്റെ അടിസ്ഥാനത്തിൽ വിശദീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല ജീവൻ എന്ന പ്രതിഭാസം. ഇവിടെ പറഞ്ഞ ജീവൻ എന്ന പ്രതിഭാസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡുകളും വേണം. അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡുകളും ഉണ്ടാക്കുവാൻ കൃത്രിമമായി കഴിയുമെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് വലിയൊരു കാര്യമായി പറയുന്നത്. വളരെ സരളമായി പറയട്ടെ, എന്താണ് അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും? അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും മുൻപുള്ള ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവോ? വളരെ രസകരമായൊരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഇവിടെ ജീവൻ ഇവിടെ നിലനിന്നതിനെ കുറിച്ച് വലിയ പരിണാമത്തിന്റെ എല്ലാം വലിയ പ്രതീക്ഷകൾ എടുത്ത് ഇന്നല്ലെങ്കിൽ അതേപോലെ തന്നെ JBS പ്രതിഭ അത്ഭുത ജീവൻ അതിരാണ് ലഭിച്ച സമ്മാനം
നോബലിന് ശാസ്ത്ര അമേരിക്കനായ ഭാരതീയ എന്ന ഖുർആൻ കഴിയും ജീവം ഭാഷയുടെ DNA ആരംഭിച്ച് അതിൽ നിന്ന് ലൗകികങ്ങൾ ആശയങ്ങളായ വേദന ചുമ്മാ തികക വായിക്കും നമ്മുടെ വന്നു എഴുതി അദ്ദേഹത്തിന് 1980 ഏപ്രിൽ പുറത്ത് ഇത് അത് പേജിൽ അദ്ദേഹം എഴുതിയ പുസ്തകം ഈ കൊണ്ട് വിശൽപ്പം ഒരൽപ്പം ആവശ്യീകരണം വിശദമാണ് വളരെ കൃത്യം പഠിച്ചിട്ടുള്ളത് ശ്രമിച്ചു വരുത്താൻ എന്നാണ് ജീവ അതസാരം ഇതിൽ എഴുതിയ പതിനു മുൻപ് പുസ്തകത്തിന്റെ വൈരുപ്പാണ് 17 ഇതിന്റെ അഥവാ ഈ പ്രിന്റ് 7 അതുകാരിലാണ് 1900 അതിലുള്ള ഡോക്ടർ ഫിസിക്സ് വ്യക്തിയും ചരിത്രത്തെയും പ്രകൃതി ജീവനുള്ള സജീവ തുടങ്ങികളിൽ നിന്ന് വസ്തുതനമായി ജീവൻ കൊണ്ട് പുസ്തകത്തിൽ ഈ പാട് ഇത് ഐക്യം പുരുഷങ്ങൾ വരാമ ചിലപ്പുണ്ട് തോന്നിയ കൗതുകപ്പോട് ആളുകളായിരുന്ന അന്നദ്ധം പറയാൻ എന്ന് പോയിരിക്കുന്നു മരിച്ചും ദൈവം ഇവിടെ ഇതാലേക്ക് ഒരു കണ്ടും ചൊരി എന്തെങ്കിലും നമുക്കളിൽ ഇന്നലെ സത്യം എന്നുള്ളതായിരിക്കുന്നു വേണ്ടി വന്നീകരിക്കാൻ അംഗത്തിന് എത്രയോ ഇന്ന് വസ്തുത എന്നുള്ള ഇളവിൽ വന്നുകൊണ്ട് ധേയമായ കണക്കുകളമായ കൃത്യത പുരാനായ പ്രവേശ സ്ഥാനങ്ങൾ സംവിധാനം ആവശ്യക്കുവാൻ നിലനിന്ന ജീവിയിൽ ഈ ഭൂമി മനസ്സിലാര്യം പക്ഷെ ഒരു ഭൗതികയായും തീർച്ചയുമ്പോൾ എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായും ഭൗതികവാദികൾ ഊറിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യ സംവിധാനങ്ങൾ സർവേശ്വരനായ തമ്പുരാന്റെ കൃത്യമായ കണക്കുകൾക്ക് വിധേയമായി കൊണ്ട് നിലവിൽ എന്നുള്ള വസ്തുത ഇന്ന് ശാസ്ത്രലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലകളിൽ നമുക്കറിയാം, എന്തെങ്കിലും ചെറിയൊരു കണ്ടുപിടുത്തം നടക്കുമ്പോഴേക്ക് ഇതാ ഇവിടെ ദൈവം മരിച്ചുപോയിരിക്കുന്നു എന്ന് പറയാൻ സന്നദ്ധമായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട് ചില പരാമർശങ്ങൾ വായിക്കുമ്പോൾ. ഇത് ഡോക്ടർ MP പരമേശ്വരൻ സാറുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 13ാമത്തെ പുറത്തിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായി നൽകുക. പക്ഷേ എന്തുകൊണ്ടോ ജീവൻ എന്ന പ്രതിഭാസത്തെ ഈശ്വരന്റെ മുഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ മനുഷ്യനേറെ വിഷമിക്കേണ്ടി വന്നു. തികച്ചും അചേതനമായ വസ്തുക്കളിൽ നിന്ന് തുടങ്ങി സചേതനങ്ങൾ ജീവനുള്ള വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ടു. ഈ 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തും ഹർഗോവിന്ദ് ഖര നോബൽ സമ്മാനം ലഭിച്ചത് ഇക്കാര്യത്തിലാണ്. ഇത് അംഗീകരിക്കുവാൻ മടിക്കുന്നവർ അനേകമാണ്. അഥവാ തികച്ചും അചേതനമായ വസ്തുക്കളിൽ നിന്ന് ജീവനുള്ള വസ്തുക്കൾ സൃഷ്ടിക്കപ്പെട്ട 20ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ പോലും എന്ന് എഴുതുന്നത് ഡോക്ടർ MP പരമേശ്വരൻ മാർസിയൻ വീക്ഷണത്തിൽ ഈ പ്രകൃതിയെയും പ്രപഞ്ചത്തെയും ചരിത്രത്തെയും എല്ലാം വ്യാഖ്യാനിക്കുന്ന ഫിസിക്സിൽ ഡോക്ടറേറ്റ് ഉള്ള അദ്ദേഹം ഇത് എഴുതുന്നത് 1986 അതും 7 റീപ്രിന്റ് ആണ്. അഥവാ ഇതിന്റെ 7ാമത്തെ പതിപ്പാണ്. ഭൗതികവാദ പുസ്തകത്തിന്റെ പതിപ്പ്. അതിനു മുൻപുള്ള പതിപ്പുകൾ എഴുതിയത് ഇതിൽ ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്ന് സാരം. അഥവാ ജീവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് വരുത്താൻ ശ്രമിച്ചിട്ടുള്ളത് എന്ന് വളരെ കൃത്യമാണ്. വിശദീകരണം ആവശ്യമില്ല. അതേസമയം ഇതേ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം MP പരമേശ്വരന്റെ തന്നെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഒരല്പം വിശദീകരിച്ചുകൊണ്ട് ഈ പുസ്തകം എഴുതിയപ്പോ അദ്ദേഹത്തിന്റെ തന്നെ 43ാമത്തെ പേജിൽ, അഥവാ ഇത് പുറത്തിറങ്ങുന്നത് ഏപ്രിൽ 1989 ഏപ്രിൽ 1989 ആയപ്പോഴേക്ക് അദ്ദേഹത്തിന് എഴുതേണ്ടി വന്നു. നമ്മൾ വായിക്കുക, തികച്ചും അചേതനങ്ങളായ രാസയൗഗികങ്ങളിൽ നിന്ന് ആരംഭിച്ച് DNA-യുടെ ഒരു ഭാഗം ജീൻ സംശ്ലേഷിപ്പിക്കുവാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട്. ഹർഗോവിന്ദ് ഖൊരാന എന്ന ഭാരതീയനായ അമേരിക്കൻ ശാസ്ത്രജ്ഞന് നോബൽ സമ്മാനം ലഭിച്ചത് അതിലാണ്. ജീവൻ എന്ന അത്ഭുത പ്രതിഭാസം ഇന്നല്ലെങ്കിൽ നാളെ സൃഷ്ടിപ്പെടും. പ്രതീക്ഷ വലിയ
അമിയാബോ എന്റെ ഒരു കാര്യകരം വളരെ രസമായിരുന്നു. ഭൂമിയിൽ ഈ ഉള്ള മുൻസിഡും ന്യൂക്ലിക് ആസിഡും അമിനോയും ആസിഡും ന്യൂക്ലിക് ആസിഡ് അമിൻ എന്താണ് പറയട്ടെ, വളരെ സരളമായിരുന്നത് ഈ ഒരു എന്നുള്ളത് കണ്ടെത്തിയുമെന്ന് കഴിയുമോ കൃത്യവാൻ ഉണ്ടാക്കുകളും ന്യൂക്ലിക് ആസിഡ് ന്യൂസിഡുകൾ അമിനോകളും ന്യൂക്ലിക് ആസിഡുകൾ അമിനോ എന്ത് വേണം നിലനിൽസം ഇവിടെ പ്രതിഭാജീവൻ എന്ന് പറഞ്ഞ പ്രതിഭാജീവൻ എന്ന നല്ല കാര്യം കഴിയുന്ന വിശദീകരിക്കുവാൻ കഴിയുന്ന കാര്യമല്ല ജീവൻ എന്ന പ്രതിഭാസം. പറഞ്ഞ ജീവൻ എന്ന പ്രതിഭാസം ഇവിടെ നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡുകളും വേണം. അമിനോ ആസിഡുകളും ന്യൂക്ലിക് ആസിഡുകളും ഉണ്ടാക്കുവാൻ കൃത്രിമമായി കഴിയുമെന്ന് കണ്ടെത്തി എന്നുള്ളതാണ് വലിയൊരു കാര്യമായി പറയുന്നത്. വളരെ സരളമായി പറയട്ടെ, എന്താണ് അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും? അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും മുൻപുള്ള ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുവോ? വളരെ രസകരമായ ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാവോ? അമിനോ ആസിഡും ന്യൂക്ലിക് ആസിഡും ഉണ്ടാകുന്നത് അതിനെക്കുറിച്ച് ഇവിടെ ജീവൻ ഇവിടെ നിലനിന്നതിനെ കുറിച്ച് വലിയ പരിണാമത്തിന്റെ എല്ലാം വലിയ പ്രതീക്ഷകളുടെ അടുത്ത് ഇന്നല്ലെങ്കിൽ അതേപോലെ തന്നെ അത്ഭുത ജീവൻ അതിരാണ് ലഭിച്ച സമ്മാനം നോബലിന് ശാസ്ത്രജ്ഞ അമേരിക്കൻ ഭാരതീയ എന്ന ജീവം ഭാഷയുടെ DNA ആരംഭിച്ച് അതിൽ ലൗകികങ്ങൾ ആശയങ്ങളായ വേദന ചുമ്മാ വായിക്കും നമ്മൾ വന്നു എഴുതി അദ്ദേഹത്തിന് 1980 പുറത്ത് ഇത് അത് പേജിൽ നാമത്തെ 13 അദ്ദേഹം എഴുതിയ പുസ്തകം ഈ കൊണ്ട് വിശൽപ്പും ഒരൽപ്പം ആവശ്യീകരണം വിശദമാണ് വളരെ കൃത്യം പഠിച്ചിട്ടുള്ളത് ശ്രമിച്ചു വരുത്താൻ എന്നാണ് ജീവ അതസാരം എന്നിരിക്കുന്നു. ഇതിൽ എഴുതിയ അതിനു മുൻപ് പുസ്തകത്തിന്റെ ഭൗതികമാണ് 17 ഇതിന്റെ അഥവാ ഈ പ്രിന്റ് 7 അതുകാരിലാണ് 1900 അതിലുള്ള ഡോക്ടർ വ്യക്തിയും ചരിത്രത്തെയും പ്രകൃതി ഈ വസ്തുജീവനുള്ള ജീവനങ്ങൾ സജേതി തുടങ്ങികളിൽ വസ്തുജനമായി വിശിഷ്യനെ ജീവൻ എന്തുകൊണ്ട് പക്ഷമായി പറയുന്നത് പുറത്തെ നാമത്തെ 13 പുസ്തകത്തിൽ ഈ പാട് പുസ്തകം ഇത് ും പുരുഷങ്ങൾ വരാമ ചിലപ്പുണ്ട് തോന്നിയ കൗതുകപ്പോഴും ആളുകളായിരുന്ന അന്നദ്ധം പറയാൻ എന്നിരിക്കുന്നു. മരിച്ചും ദൈവം ഇവിടെ ഇതാലേക്ക് ഇവിടുത്തെ നടിയൊരു കണ്ടും ചൊറി എന്തെങ്കിലും നമുക്കളിൽ ഇന്നലെയും സത്യം എന്നുള്ളതായിരിക്കുന്നു. വന്നീകരിക്കാൻ അംഗത്തിന് എത്രയോ ഇന്ന് വസ്തുത എന്നുള്ള ഇളവിൽ വന്നുകൊണ്ട് ധേയമായ കണക്കുകളുമായ കൃത്യത പുരാതനായ പ്രവേശ സ്ഥാനങ്ങൾ സംവിധാനം ആവശ്യക്കുവാൻ നിലനിന്ന ജീവിയിൽ ഈ ഭൂമി മനസ്സിൽ കാര്യം പക്ഷെ ഒരു ഭൗതികയായും കേൾക്കുമ്പോൾ എന്ന് ഞാൻ ഇവിടെ ഇവിടെ എന്ന് ഞാൻ പറയുമ്പോൾ തീർച്ചയായും ഭൗതികൾ ഊരിച്ചിരിക്കുന്നുണ്ടാകും. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, ഈ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുവാൻ ആവശ്യ സംവിധാനങ്ങൾ സർവേശ്വരനായ തമ്പുരാന്റെ കൃത്യമായ കണക്കുകൾക്ക് വിധേയമായി കൊണ്ട് നിലവിൽ എന്നുള്ള വസ്തുത ഇന്ന് ശാസ്ത്രലോകത്തിന് അംഗീകരിക്കേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇന്നലകളിൽ നമുക്കറിയാം എന്തെങ്കിലും ചെറിയൊരു കണ്ടുപിടുത്തം നടക്കുമ്പോഴേക്ക് ഇതാ ഇവിടെ ദൈവം മരിച്ചുപോയിരിക്കുന്നു എന്ന് പറയാൻ സന്നദ്ധമായിരുന്ന ആളുകൾ ഉണ്ടായിരുന്നു. എനിക്ക് പലപ്പോഴും കൗതുകം തോന്നിയിട്ടുണ്ട് ചില പരാമർശങ്ങൾ വായിക്കുമ്പോൾ. ഇത് ഡോക്ടർ MP പരമേശ്വരൻ സാറുടെ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ 13ാമത്തെ പുറത്തിൽ അദ്ദേഹം പറയുന്നത് കൃത്യമായി പക്ഷേ എന്തുകൊണ്ടോ ജീവൻ എന്ന പ്രതിഭാസത്തെ ഈശ്വരന്റെ മുഷ്ടിയിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ മനുഷ്യനേറെ വിഷമിക്കേണ്ടി വന്നു. തികച്ചും അചേതനമായ വസ്തുക്കളിൽ നിന്ന് തുടങ്ങി സചേതനങ്ങൾ